ദൈവവചനവുമായി ഇന്ന് രാത്രിയിലും നിങ്ങളുടെ മധ്യത്തിലായിരിക്കാൻ ദൈവമായ കർത്താവ് ഒരുക്കിയ വിലപ്പെട്ട സന്ദർഭത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വളരെ ശാരീരിക ക്ഷീണത്തോടുകൂടെ ആയിരുന്നു കഴിഞ്ഞ രാത്രിയിൽ ഞാൻ നിങ്ങളുടെ മധ്യത്തിൽ നിന്നത്. എന്നാൽ ദൈവാത്മാവിൻ്റെ എല്ലാ നിയോഗങ്ങൾക്കായും ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. കഴിഞ്ഞ ആഴ്ച UK നടന്ന MPA കോൺഫറൻസിൽ ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുവാനായിട്ടിടയായി. ചില ദിവസങ്ങൾ അവിടെ ആയിരുന്ന അനന്തരം നാട്ടിൽ കടന്നു വന്ന് കാലാവസ്ഥാ വ്യതിയാനത്താൽ കഫം, പനി സംബന്ധമായ വളരെ അസ്വസ്ഥതകളോടുകൂടെയാണ് ഞാനിവിടെ എത്തിയത്. ഇന്നലെ രാത്രിയിൽ ശുശ്രൂഷിപ്പാൻ കഴിയുമോ എന്ന് പോലും സംശയിക്കത്തക്ക വിധത്തിൽ ശാരീരികമായി ബലഹീനനായിരുന്നുവെങ്കിൽ തന്നെയും ദൈവജനം പ്രാർത്ഥിച്ചു. ഇന്ന് രാത്രിയിൽ ഒരു സൗഖ്യത്തോടെ, അതേ പൂർണ്ണ സൗഖ്യത്തോടെ നിങ്ങളുടെ മധ്യത്തിലായിരിക്കാൻ ദൈവം ഒരുക്കിയ നല്ല സന്ദർഭത്തിനായി ഞാൻ കർത്താവിന് മഹത്വം അർപ്പിക്കുകയാണ്. പ്രാർത്ഥിപ്പാൻ ദൈവമക്കൾ തയ്യാറായാൽ പ്രവർത്തിപ്പാൻ നമ്മുടെ ദൈവം എഴുന്നേൽക്കും. അത്ഭുതങ്ങളുടെ ദൈവം മരിച്ചിട്ടില്ല. ഇന്ന് രാത്രിയിൽ വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി അവൻ്റെ തേജസ്സിൻ്റെ സാന്നിധ്യം ഇവിടെയുണ്ട്. ക്രിസ്തുവിൽ ഞാൻ ഏറെ ആദരിക്കുന്ന അനുഗ്രഹീതരായ കർത്തൃദാസന്മാർ, വിശാൽ ഞാൻ വളരെ കടപ്പാടുകളോടെ ഓർക്കുന്ന ദൈവഭൃത്യന്മാർ പലർ ഇന്ന് രാത്രി ഈ വേദിയിലുണ്ട്. കർത്താവിന് സ്തോത്രം. ദുബൈയിൽ കർത്താവിൻ്റെ ശുശ്രൂഷയിൽ അധ്വാനിക്കുന്ന പാസ്റ്റർ രാജൻ അവറുകൾ, അദ്ദേഹം ക്രമീകരിച്ച യോഗത്തിൽ ഒരിക്കൽ ദുബൈയിൽ വന്ന് ദൈവവചനം പ്രസംഗിച്ച് മടങ്ങിപ്പോയ രംഗവും ആ സഭയോടും കുടുംബങ്ങളോടുമുള്ള കടപ്പാടുകളും ഞാൻ ദൈവസന്നിധിയിൽ ഓർക്കുകയാണ്. എന്നെ ദൈവവചനം കുമ്പനാട്ട് പഠിപ്പിച്ച എൻ്റെ ഒരു ബഹുമാന്യ അധ്യാപകനാണ് ദുബൈയിൽ ഇന്ത്യൻ പെന്തക്കോസ്ത് ദൈവസഭയിൽ ശുശ്രൂഷിക്കുന്ന പ്രിയ തോമാച്ചായൻ. ഇന്ന് അദ്ദേഹം ഈ യോഗത്തിലുണ്ട്. ആ കർത്തൃഭൃത്തിനെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. റാന്നി സ്വദേശിയായ കർത്തൃകരങ്ങളിൽ പല മേഖലകളിൽ ഉപയോഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന അനുഗ്രഹീതനായ കർത്തൃദാസൻ, ഇപ്പോൾ ഷാർജയിലേക്ക് IPCയുടെ ശുശ്രൂഷകനായി ചാർജ് എടുത്തിരിക്കുന്ന പ്രിയ മത്തായിച്ചാൻ വളരെ ആത്മബന്ധമുള്ള അനുഗ്രഹീതനായ കർത്തൃദാസനാണ്. ആയതുപോലെ ഞങ്ങളുടെ സ്വദേശിയായിരിക്കുന്ന അനുഗ്രഹീതനായ കർത്തൃദാസൻ പാസ്റ്റർ CV എബ്രഹാം അവറുകൾ, അങ്ങനെ കടപ്പാടുകളുള്ള നിരവധി ദൈവഭൃത്യന്മാർ ഇന്ന് രാത്രി ഈ വേദിയിലുണ്ട്. പ്രാർത്ഥിക്കുന്ന നിരവധി ദൈവമക്കൾ ഇന്ന് രാത്രി ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. അതിലുപരിയായി നമ്മുടെ കർത്തയിൽ തേജസ്സോടെ നമ്മുടെ നടുവിൽ എഴുന്നള്ളി ഇറങ്ങിയിട്ടുണ്ട്. അവൻ്റെ തിരുസാന്നിധ്യം ആത്മാവിൽ അനുഭവിച്ചറിയുന്ന ദൈവമക്കൾ അവൻ്റെ സാന്നിധ്യം അറിയുമ്പോഴൊക്കെ അവന് കൊടുക്കുന്ന നന്ദി പ്രകടനമാണ് ആരാധന. അകം തിളയ്ക്കുന്ന ഒരു ദൈവ പൈതലിന് ദൈവസന്നിധിയിൽ വാ പൂട്ടിയിരിക്കാൻ കഴിയുകയില്ല. ആരാധന ദൈവമക്കൾക്ക് അപമാനമല്ല, അവർക്കത് അഭിമാനമാണ്. ഇത് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കൾ ഇന്ന് രാത്രി ഇവിടെയുണ്ട്? ഇന്ന് രാത്രിയിൽ ജീവൻ പ്രാപിച്ച ദൈവമക്കളുടെ അധരങ്ങളിൽ നിന്ന് ആരാധനയുടെ ശബ്ദം ദൈവത്തിലേക്ക് ഉയരണം. നിത്യതയുടെ ദർശനം പ്രാപിച്ച ദൈവജനത്തിന് ദൈവസന്നിധിയിൽ വാചലിപ്പിക്കാതെ മൗനവ്രതം അനുഷ്ഠിച്ച് അനങ്ങാംപാറ നയത്തിലിരുന്ന് യോഗം കഴിഞ്ഞ് മടങ്ങാൻ പറ്റില്ല. നമുക്ക് ലഭിച്ചിരിക്കുന്ന നിത്യതയുടെ ദർശനത്തിന് മുൻപിൽ പ്രതികൂലത്തിന് നടുവിലും കർത്താവിന് സ്തോത്രം ചെയ്യുവാൻ നമ്മുടെ അധരങ്ങൾ ഇന്ന് രാത്രി ചലിക്കേണ്ടിയിരിക്കുന്നു. സ്തോത്രം. ഇന്ന് രാത്രി കർത്താവിൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ദൈവജനം അധരങ്ങൾ തുറന്ന് അല്പമിനിറ്റുകൾ കർത്താവിന് ശബ്ദമുയർത്തി ആരാധന അർപ്പിക്കട്ടെ. കഴിഞ്ഞ രാത്രിയിൽ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നും വ്യക്തിജീവിതത്തിൽ ലഭിക്കേണ്ട നിത്യതയുടെ ദർശനത്തിൻ്റെ പ്രാരംഭ പടിയായ വിശിഷ്ടമായൊരു അനുഭവത്തിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധയെ കേന്ദ്രീകരിക്കുവാനായിട്ടിടയായത്. ആ ആത്മീക അനുഭവം പ്രാപിച്ച ദൈവജനത്തിൻ്റെ ഏറ്റവും ഗൗരവമേറിയ പ്രത്യാശയാണ് നിത്യതയെ സംബന്ധിച്ചുള്ള പ്രത്യാശ. ഇന്ന് രാത്രി നമ്മുടെ ഉള്ള് അതിനുവേണ്ടി കേന്ദ്രീകരിക്കപ്പെടുന്ന രാത്രിയായി തീരട്ടെ. വിശുദ്ധ തിരുവഴുത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഈ രാത്രി വീണ്ടും ഞാൻ സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച ഒരു സന്ദേശം നിങ്ങളുമായി പങ്കുവയ്ക്കേണ്ടതിന് 2 വേദഭാഗങ്ങൾ നിങ്ങളുടെ സ്മൃതിപഥത്തിലേക്ക്, ചിന്തയിലേക്ക് കൊണ്ടുവരുവാനായി ഞാൻ കർത്താവിൽ താല്പര്യപ്പെടുന്നു. അതിനാധാരമായി വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം, വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം അതിൻ്റെ 10-ാമത് വാക്യവും, റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 28 മുതൽ 30 വരെയുള്ള വാക്യങ്ങളും ശബ്ദമുയർത്തി വായിച്ച് സഹായിക്കാം. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം അതിൻ്റെ 10-ാമത് വാക്യം, റോമാലേഖനം 8-ാം അധ്യായം 28 മുതൽ 30 വരെ. അവൻ എന്നെ ഉയർന്ന ഒരു വൻമലയിൽ കൊണ്ടുപോയി. അവൻ എന്നെ ആത്മവിവശതയിൽ ഉയർന്ന ഒരു വൻമലയിൽ കൊണ്ടുപോയി. യെരുശലേം എന്ന വിശുദ്ധ നഗരം, യെരുശലേം എന്ന വിശുദ്ധ നഗരം സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ദൈവ തേജസ്സുള്ളതായി ഇറങ്ങുന്നത് കാണിച്ചു തന്നു. ഇനിയും റോമാലേഖനം 8-ാം അധ്യായം
28 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ കൂടെ. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചുമിരിക്കുന്നു. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചുമിരിക്കുന്നു. നമുക്ക് തലകളെ വണക്കാം, നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, ഒരു നിമിഷം പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും അടയട്ടെ ദൈവസന്നിധിയിൽ, എല്ലാ ഉള്ളങ്ങളും ഉയരട്ടെ കർത്തൃസന്നിധിയിൽ, എല്ലാ ഹൃദയങ്ങളും ദൈവത്തിങ്കിലേക്ക് ഉയരട്ടെ. എൻ്റെ മുൻപിലിരിക്കുന്ന ജീവൻ പ്രാപിച്ച ദൈവമക്കൾ അല്പമിനിറ്റുകൾ ശബ്ദം ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. മരിച്ചു മൺമറഞ്ഞ ഒരുത്തൻ്റെ കുഴിമാടത്തിന് മുൻപിൽ ശവശിഷ്ടത്തെ ആരാധിപ്പാൻ മെഴുകുതിരി കത്തിച്ച് വന്നവരല്ല വീണ്ടെടുപ്പ് പ്രാപിച്ച ദൈവമക്കൾ. തിരുശേഷിപ്പിനെ നമസ്കരിക്കാൻ വേണ്ടി കല്ലറയുടെ സമീപത്തെത്തിയവരല്ല നാം. മരണത്തെ ജയിച്ച്, കല്ലറയെ ഭേദിച്ച്, ദ്രവത്വത്തെ തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റ് വാഗ്ദത്തപ്രകാരം തൻ്റെ ജനത്തിന് നടുവിൽ തേജസ്സോടെ എഴുന്നള്ളി ഇറങ്ങിയിരിക്കുന്ന നമ്മുടെ കർത്താവിനെ ആത്മാവിൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടുകൊണ്ട് അവൻ ആരാധന അർപ്പിക്കാൻ, അവന് ജയഘോഷം പാടാൻ കടന്നു വന്നിരിക്കുന്ന പുത്രന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച സ്വർഗത്തിന്റെ ദത്തുപുത്രന്മാരാണ് എൻ്റെ മുൻപിലിരുന്ന് ദൈവത്തെ ആരാധിക്കുന്നത്. നമ്മുടെ അധരങ്ങൾ സ്തോത്രത്തോടെ ചലിക്കുന്ന രാത്രിയാകട്ടെ. ഇന്ന് രാത്രി എൻ്റെ മുൻപിലിരിക്കുന്ന ദൈവമക്കളുടെ കണ്ണുകളിൽ നിത്യതയുടെ ദർശനം പതിയുന്ന രാത്രിയാകട്ടെ. പരിശുദ്ധനായ ഞങ്ങളുടെ പ്രിയ പിതാവേ, ഇന്ന് രാത്രി ഞങ്ങൾ പ്രാർത്ഥനയോടെ തിരുമുഖത്തേക്ക് നോക്കുന്നു. പുരുഷാരത്തെ കണ്ട് മനസ്സലിഞ്ഞ് അങ്ങ് 5 അപ്പം കരങ്ങളിലെടുത്ത് വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാരുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുകയും അവർ വിളമ്പി കൊടുത്തതിന് ശേഷം 12 കൊട്ടം നിറച്ചെടുക്കുകയും ചെയ്തു എന്ന് ഞങ്ങൾ വചനത്തിൽ വായിക്കുന്നു. ഇന്ന് രാത്രിയിൽ ആത്മാവിൻ്റെ പുൽപ്പുറത്ത് ഞങ്ങളെ ഒന്ന് ഇരുത്തണമേ. നിന്റെ തേജസ്സിൻ്റെ വചനം, നിന്റെ ജീവന്റെ അപ്പമായ വിശിഷ്ട തിരുവെഴുത്തുകൾ മുറിച്ച് വിളമ്പേണ്ടതിന് അങ്ങയുടെ മുറിവേറ്റ കരം ഇന്ന് രാത്രി ഓഡിറ്റോറിയത്തിൽ ഇറങ്ങി വരണമേ. ഞങ്ങൾ ഇന്ന് രാത്രിയിൽ പകർച്ചകളോടെ ഭവനങ്ങളിലേക്ക് മടങ്ങുന്ന, പിൻതലമുറകൾക്ക് വേണ്ടി ശേഷിപ്പിക്കുന്ന ആത്മീയ പിൻബലത്തോടെ മടങ്ങുന്ന, മറക്കാൻ കഴിയാത്ത ദൈവപ്രവർത്തിയുടെ രാത്രിയാക്കി ഇന്ന് രാത്രിയെ തീർക്കണമേ. അവിടുന്ന് അത് ചെയ്യുവാൻ തുടങ്ങുന്നത് കൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ കരമുയർത്തി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഒരിക്കൽ കൂടെ ശബ്ദം ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. വളരെ പ്രാർത്ഥനയോടും തികഞ്ഞ ദൈവാശ്രയത്തോടും കൂടെ ഇന്ന് രാത്രി നമുക്ക് ദൈവസന്നിധാനത്തിലായിരിക്കാം. വളരെ ഗൗരവമായി പഠനവിധേയമാക്കേണ്ട, ശ്രദ്ധേയമായ ഗാഠമായ പഠനത്തിന് ബോധ്യങ്ങൾ വിധേയമാക്കേണ്ട ഏറ്റവും ഗൗരവമേറിയ 2 വേദഭാഗങ്ങളാണ് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക്, ചിന്തയിലേക്ക് ഇന്ന് രാത്രി കൊണ്ടുവരുവാനായിട്ട് ഇവിടെ വായിച്ചിരിക്കുന്നത്. പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും വിശുദ്ധന്മാരുടെ പ്രതീക്ഷയും കേന്ദ്ര ചിന്തയുമായിരുന്ന കർത്താവ് ഒരുക്കുന്ന നിത്യതയുടെ ആ സ്വർഗീയ നഗരത്തിൻ്റെ ദർശനം, നിത്യതയുടെ ദർശനം. സമാപ്ത ഗ്രന്ഥമായ വെളിപ്പാട് പുസ്തകത്തിൻ്റെ ഒടുവിലത്തെ പേജുകളിൽ നിത്യതയുടെ പടിവാതിക്കലേക്ക് ദൈവത്തിൻ്റെ തിരുസഭ എത്തുകയാണ്. പിതാവായ ദൈവത്തിൻ്റെ മുൻനിർണയ പ്രകാരം യേശുക്രിസ്തു കാൽവറിയിൽ ചൊരിഞ്ഞ രക്തത്താൽ പരിശുദ്ധാത്മാവ് പണിതു വരുന്ന സംഘമാണ് ദൈവത്തിൻ്റെ തിരുസഭ. സൃഷ്ടിയുടെ മണിമകുടമായി മെനയപ്പെട്ട ആദാമിനോ, ദൈവത്തിൻ്റെ സന്തത സഹചാരിയായ ഹാനോക്കിനോ, നീണ്ട പ്രവാചക വരണ്യനായ യെശയ്യാവിനോ, ഏറ്റവും പ്രിയ പുരുഷനായ ദാനിയേലിനോ, സ്വർഗത്തിൽ ദിവ്യ തേജസ്സോടെ രാപ്പകൽ ദൈവത്തെ ആരാധിക്കുന്ന ദൂതസഞ്ചയങ്ങൾക്കോ ദൈവം വെളിപ്പെടുത്തി കൊടുക്കാത്ത ദൈവകൃപയാണ് ജീവൻ പ്രാപിച്ച ദൈവമക്കൾ അനുഭവിക്കുന്ന ദൈവകൃപ, ദൈവത്തിൻ്റെ തിരുസഭ. ദൈവത്തിൻ്റെ തിരുസഭ ആരംഭം കുറിച്ചതോടുകൂടെ അന്ധകാര ശക്തികൾ ദൈവസഭയ്ക്കെതിരെ ആടി ഉലഞ്ഞുയർന്നു. അടങ്ങിയിരിക്കുവാൻ ആവതില്ലാതെ അന്നത്തെ അധികാര വൃന്ദത്തെ ആവാഹിച്ചു. അടരിനൊരുങ്ങാത്ത, ആയുധമെടുക്കാത്ത, അധികാരമില്ലാത്ത സഹനപ്രതീകങ്ങളായ ദൈവമക്കളെ തല്ലിച്ചതയ്ക്കുവാൻ, മർദ്ദിച്ചൊതുക്കുവാൻ, കരുണയുടെ കണിക പോലും കാണിക്കാതെ പ്രതികൂലങ്ങളുടെ കൽച്ചക്കിലിട്ട് അരച്ചു മാറ്റുവാൻ യഹൂദേതര മതങ്ങൾ, ജാതീയ ശക്തികൾ ഒരുപോലെ കൈകോർത്ത് രംഗത്തിറങ്ങിയ പ്രാരംഭ കാലഘട്ടത്തിൽ ഈജിയനാഴി അവിരാമം അലയടിച്ചുയരുന്ന തിരമാലകളുടെ നടുവിലുള്ള അസ്ഥികൂടങ്ങളുടെ താഴ്വര പോലെ കിടക്കുന്ന ആ പത്മോസിന്റെ ഏകാന്തതയിൽ നാടുകടത്തപ്പെട്ട കർത്തൃദാസൻ കർത്തൃദിവസത്തിൽ ആത്മവിവശനാകുകയാണ്.
ലോകം വിചാരിച്ചു ഇതോടെ ഇവന്റെ കഥ തീർന്നു എന്ന്. എന്നാൽ എൻ്റെ ദൈവം നിർണയിച്ചു തൻ്റെ ദാസന് ദർശനം നൽകാൻ ഒരു പറ്റിയ പശ്ചാത്തലം ഒരുക്കണമെന്ന്. സഹിപ്പാൻ കഴിയാത്ത ശോധനകളിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ഇന്ന് രാത്രി ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് നിന്നോട് പറയുന്നു, പ്രാപിച്ചിട്ടില്ലാത്ത ദൈവകൃപയ്ക്ക് വേണ്ടി നിന്നെ ഒരുക്കുന്ന രംഗമാണ് ആ ശോധനയെന്നോർത്തുകൊണ്ട് ഇരിക്കുന്ന ഇരിപ്പിൽ ദൈവത്തിൻ്റെ കരുതലിന് ആത്മനിറവ് പ്രാപിച്ച ദൈവമക്കൾ മഹത്വം അർപ്പിക്കണം. ഗ്ലോറി, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. കൃപ ലഭിച്ച ദൈവമക്കൾ ഇന്ന് രാത്രി ഓർക്കുക, ദൈവജനത്തിന് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ സമൃദ്ധിയുടെ നടുവിലല്ല പ്രാപിപ്പാൻ കഴിയുന്നത്, പിന്നെയോ ശോധനയുടെ നടുവിലാണ് പ്രാപിപ്പാൻ കഴിയുന്നത്. നിന്റെ കഷ്ടതയുടെ കാലം നിന്നിൽ നിന്റെ ദൈവത്തിന് നല്ല കാലമായിരിക്കും. എന്നാൽ നിന്റെ സമൃദ്ധിയുടെ കാലം പലപ്പോഴും നിന്നിൽ നിന്റെ ദൈവത്തിന് കഷ്ടകാലമായിരിക്കും. ഭാവികാല ദൈവിക കാര്യപരിപാടികൾ വെള്ളിത്തിരയിൽ ചിത്രങ്ങൾ, നാടകവേദിയിൽ നടന രംഗങ്ങൾ എന്നതുപോലെ ആത്മവിവശതയിൽ യോഹന്നാൻ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വെളിപ്പാട് പുസ്തകം 21, 22 അധ്യായങ്ങളിലെ ഏറെ ഗൗരവമേറിയ ഭാഗത്തേക്ക് ദൈവാത്മാവ് തന്നെ കൊണ്ടുപോകുകയാണ്. സ്തോത്രം. വെളിപ്പാട് പുസ്തകം 1 മുതൽ 22 വരെയുള്ള അധ്യായങ്ങൾ വെളിപ്പാടുകളുടെ കലവറയാണ്. ഈ പുസ്തകത്തിന്റെ പേരു തന്നെ വെളിപാട് എന്നല്ല, വെളിപ്പാട് എന്നാണ്. ഇതിനകത്തെ ഓരോ ഭാഗങ്ങളിലും വെളിപ്പാടുകൾ നിറച്ചു വച്ചിരിക്കുകയാണ്. ഇതിൽ 21 അധ്യായത്തിന്റെ 1 മുതൽ 5 വരെയുള്ള പ്രാരംഭ വാക്യങ്ങൾ പുതിയ യെരൂശലേമിന്റെയും പുതിയ ഭൂമിയുടെയും കൂടിക്കുഴഞ്ഞ ഒരു ചിത്രമാണ്. അതിൻ്റെ 10 മുതൽ 8, 9, 10 മുതൽ മുൻപോട്ട് വരുമ്പോൾ 21 വാക്യം വരെ, 21 അധ്യായത്തിന്റെ 21 സമാപന വാക്യങ്ങളിലേക്ക് വരുന്നത് വരെ ദൈവത്തിന് സ്തോത്രം, 27 വാക്യം വരെ പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരത്തിന്റെ മനോഹരമായ വർണ്ണനകളാണ്. 22 അധ്യായത്തിന്റെ പ്രാരംഭ വാക്യങ്ങൾ ഇതിന്റെ ഉൾഭാഗത്തിന്റെ ചിത്രമാണ്. 22 അധ്യായത്തിന്റെ ഒടുവിലത്തെ വാക്യങ്ങൾ ഈ പുസ്തകത്തിന്റെ ഉപസംഹാര കുറിപ്പാണ്. സ്തോത്രം. ഇതിൽ ഒരു പ്രത്യേക ഘട്ടത്തിലേക്ക് ദൈവത്തിന്റെ ദാസൻ ആത്മവിവശതയിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ നമുക്കറിയാം, ഈ പുസ്തകത്തിന്റെ പഠന ക്രമീകരണങ്ങൾക്കനുസരിച്ച് കാര്യങ്ങൾ ഗ്രഹിച്ചാൽ ഒടുവിലത്തെ ഭാഗത്തേക്ക് ചരിത്രം വരികയാണ്. 1 അധ്യായം പ്രവാസതേ, ഇസ്രായേൽ ജനത്തതേ, ക്രിസ്തീയ വിശുദ്ധന്മാരുടെ ജീവിതത്തിൽ ഏറ്റവും ശോധനയുടെ പശ്ചാത്തലത്തിൽ പത്മോസിന്റെ ഏകാന്തതയിലേക്ക് വലിച്ചെറിയപ്പെട്ട യോഹന്നാൻ ക്രിസ്തുവിന്റെ ദർശനം കാണുകയാണ്. മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്ന, കണ്ണുകൾ അഗ്നിജ്വാലയ്ക്കൊത്ത് വെട്ടിത്തിളങ്ങുന്ന, വായിൽ നിന്ന് ഇരുമുന വാൾപ്പുറപ്പെടുന്ന, കാലുകൾ ഉലയിൽ കാച്ചിപ്പഴിപ്പിച്ച വെള്ളോടിന് സദൃശ്യമായ, വലങ്കൈ 7 നക്ഷത്രം പിടിച്ച, ഇടങ്കൈ മരണപാതാളങ്ങളുടെ താക്കോൽ വഹിച്ച, നിലയങ്കി ധരിച്ച് നിലവിളക്കുകളുടെ നടുവിൽ ഉലാവുന്ന ദൈവകുമാരന്റെ ദർശനമാണ് 1 അധ്യായം. എന്നാൽ ഇത് കാണാൻ യോഹന്നാൻ 1 അധ്യായം 10 വാക്യത്തിൽ ആത്മവിവശനായി. സ്തോത്രം. ഇനിയും 4 അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 2 വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ഉടനെ ഞാൻ ആത്മവിവശനായി, സ്വർഗത്തിൽ ഒരു സിംഹാസനം വെച്ചിരിക്കുന്നതും അതിൽ ഒരുത്തൻ ഇരു, സൂര്യകാന്ത പത്മരാഗ രത്ന തേജസ്സോടുകൂടെ സിംഹാസനസ്ഥനായിരിക്കുന്ന മഹാദൈവത്തിന്റെയും സിംഹാസനത്തിന് ചുറ്റും തേജസ്സോടെ ഉപവിഷ്ടരായിരിക്കുന്ന 24 സിംഹാസനസ്ഥരുടെയും സ്വർഗീയ ദർശനം കാണാൻ 4 അധ്യായത്തിൽ യോഹന്നാൻ ആത്മവിവശതയിലായി. ഇതിന് 17 അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെയും യോഹന്നാൻ ആത്മവിവശതയിലായി. കൈവിടപ്പെടുന്ന സമൂഹത്തിന്റെ ന്യായവിധി കാണുവാൻ ഒരു അഭിസാരികയായ സ്ത്രീ ഒരു മൃഗത്തിന്റെ പുറത്തിരിക്കുന്ന ദർശനം കാണാൻ യോഹന്നാൻ ആത്മാവിലായി. 21 അധ്യായത്തിലേക്ക് വരുമ്പോൾ 10 അധ്യായത്തിൽ ദൈവത്തിന്റെ തിരുസഭ പാർക്കാൻ ഒരുക്കുന്ന അതിപവിത്രമായ തങ്കക്കുടക്കെട്ടിടത്തെ, കനക കൊട്ടാരത്തെ കാണാൻ യോഹന്നാൻ ആത്മാവിലായി. ഓർക്കുക, 1 അധ്യായം 10 വാക്യത്തിൽ യേശു ക്രിസ്തുവിന്റെ തേജസ്സിന്റെ രൂപം കാണാൻ യോഹന്നാൻ ആത്മവിവശത വേണമായിരുന്നുവെങ്കിൽ 4 അധ്യായത്തിന്റെ 1 വാക്യത്തിൽ ദൈവത്തിന്റെ തിരുസഭയെയും സ്വർഗീയ സദസ്സിനെയും കാണാൻ യോഹന്നാൻ ആത്മവിവശത വേണമായിരുന്നുവെങ്കിൽ 21 അധ്യായത്തിന്റെ 10 വാക്യത്തിൽ അത് ദൈവത്തിന്റെ തിരുസഭയ്ക്കായി ഒരുക്കുന്ന ആ മണവാളൻ ഒരുക്കുന്ന മണിയറ കാണാൻ യോഹന്നാൻ ആത്മവിവശത വേണമായിരുന്നുവെങ്കിൽ 17 അധ്യായത്തിന്റെ പ്രാരംഭവാക്യത്തിൽ കൈവിടപ്പെടുന്ന സമൂഹത്തിന്റെ ന്യായവിധി കാണാൻ യോഹന്നാൻ ആത്മവിവശത വേണമായിരുന്നുവെങ്കിൽ ഈ
കൊട്ടാരത്തിനെ നോക്കി പാർക്കുന്ന ദൈവപൈതലേ, അതിനകത്ത് കയറിപ്പറ്റാൻ ആത്മവിവശത വേണ്ടായോ? ആത്മസ്നാനം പ്രാപിക്കാതെ, ദൈവകൃപ അനുഭവിക്കാതെ നിത്യതയിലെത്താൻ കഴിയുമുള്ള ദൈവമക്കൾ ഇന്ന് രാത്രി പ്രാപിച്ച ദൈവകൃപയോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. ഇത് ഉണ്ണുണ്ണി സാറും കുക്ക് സായിപ്പും കൂടെ കൊണ്ടിറക്കിയ മറുനാടൻ ചരക്കല്ല. സെഹിയോൻ മാളിക മുറിയിൽ നമ്മുടെ പിതാക്കന്മാർ പ്രാപിച്ച ആത്മീയ അനുഭവമാണ്. പ്രാപിച്ച ദൈവജനം ഇന്ന് രാത്രി കർത്താവിന് സ്തോത്രം ചെയ്യട്ടെ. സ്തോത്രം. ഒരിക്കൽ എന്നോടൊരു സുഹൃത്ത് പറഞ്ഞു, ഈ അന്യഭാഷയും കയ്യടിയും സ്തോത്രവും ഒക്കെ ഉണ്ണുണ്ണി സാറും കുക്ക് സായിപ്പും ഒക്കെ കൊണ്ട് കേരളക്കരയിൽ ഇറക്കിയ പുതിയ ചരക്കല്ലേ എന്ന്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, സുഹൃത്തെ, അമേരിക്ക പിടിച്ചതാരാ? അല്പം പരിജ്ഞാനം ഉണ്ടായിരുന്നത് കൊണ്ട് അദ്ദേഹം പറഞ്ഞു, ക്രിസ്റ്റഫർ കൊളംബസ്. ക്രിസ്റ്റഫർ കൊളംബസ് അമേരിക്ക കണ്ടുപിടിച്ചതിന് ശേഷമാണോ അമേരിക്ക ഉണ്ടായത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അല്ലല്ലല്ല, നേരത്തെ ഉണ്ടായിരുന്നു, പിന്നെ കണ്ടുപിടിച്ചതേ ഉള്ളൂ. ഈ ഭൂമി ഉരുണ്ടതാണെന്ന് കണ്ടുപിടിച്ചതാരാ? അത് ഗലീലിയോ. ഗലീലിയോ ഭൂമി ഉരുണ്ടതാണെന്ന് കണ്ടുപിടിച്ചതിന് ശേഷമാണോ ഈ ഭൂമി ഉരുണ്ടു വന്നത്? അല്ല, നേരത്തെ ഉരുണ്ടതായിരുന്നു, പിന്നെ കണ്ടുപിടിച്ചതേ ഉള്ളൂ. കൂടെ ഞാൻ ഇങ്ങനെ കൂടെ കൂട്ടിച്ചേർത്തു, കുക്ക് സായിപ്പും ഉണ്ണുണ്ണി സാറുമല്ല അന്യഭാഷയും കൃപാവരങ്ങളും കണ്ടുപിടിച്ചത്. സെഹിയോൻ മാളിക മുറിയിൽ മറിയ ഉൾപ്പെടെയുള്ള മറിയമാർ മദ്യപാനത്താൽ മറിയുന്നേ എന്ന് പറഞ്ഞ് മറ്റുള്ളവർ പരിഹസിക്കുന്ന സമയം കൊടും മുഴക്കത്തോടെ അവരുടെ നടുവിൽ ഇറങ്ങി വ്യാപരിച്ചതാണ് ഈ ശക്തനായ ദൈവാത്മാവിന്റെ വ്യാപാരമെങ്കിൽ, ദുരുപദേശത്തിന്റെ മട ചാടി മണ്ണ് വീണ് പോയെങ്കിലും കൃപയാൽ ഞങ്ങളുടെ പിതാക്കന്മാർക്ക് സത്യം കണ്ടെത്താൻ ദൈവം ഭാഗ്യം നൽകിയതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്ത് പറയുവാനായിട്ടിടയായി. ആത്മനിറവ് പ്രാപിച്ച ദൈവമക്കൾ നമുക്ക് ലഭിച്ച അവകാശമോർത്ത് സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന രാത്രിയാകട്ടെ. സ്തോത്രം. ഈ ശ്രദ്ധേയമായ പട്ടണം ഇത് എൻ്റെ വാക്കുകൾ കൊണ്ടോ മാനുഷിക ഭാഷയിലോ വിശദീകരിച്ച് തീർക്കാൻ കഴിയാത്തത്ര കനക കൊട്ടാരമാണ്, തങ്കക്കുട കെട്ടിടമാണ്. ഈ പട്ടണത്തെ സംബന്ധിച്ചുള്ള ആ വേദഭാഗം വായിച്ചാൽ പുതിയ യെരൂശലേം പുതിയ ഭൂമിയിലേക്ക് എഴുന്നള്ളി ഇറങ്ങുകയാണ്. ഈ ഭൂമിക്ക് പ്രത്യേക അവസ്ഥാന്തരങ്ങളിലൂടെ ദൈവത്തിന്റെ അഗ്നിച്ചാറിലൂടെ കാര്യപരിപാടിയിൽ ഈ ഭൂമി ഉരുകി തിളച്ച് കയറി വന്നിരിക്കുകയാണ്. അഥവാ 20-ാം അധ്യായത്തിലെ ഹിമധവളിമമായ വെണ്മസിംഹാസനത്തിന് മുൻപിൽ അനുശാസനം അനുസരിക്കാതെ മരണം വരിച്ച മർത്യരാശിയെ മുഴുവൻ മരണത്തിൽ നിന്ന് മടക്കി വരുത്തിക്കൊണ്ട് അന്തിമ വിധി പ്രസ്താവിച്ച് ജീവന്റെ പുസ്തകത്തിൽ പേരില്ലാത്തവരെ ഉരുകി ഒഴുകുന്ന അഗ്നി തടാകത്തിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് ഈ ഭൂമിയെ അഗ്നിശോധനയ്ക്കായി വിട്ടുകൊടുക്കുന്ന രംഗമാണ് 20-ാം അധ്യായത്തിന്റെ ഒടുവിലത്തെ വാക്കുകൾ. ഓർക്കുക, വേദപുസ്തകം ശോകാമുഖമായ ഒരു ന്യായവിധിയുടെ ഗ്രന്ഥമല്ല. ഇതിൽ പ്രത്യാശയുടെ പൊൻപ്രഭാവം കൺമുൻപിലുണ്ട്. ആത്മനിറവ് പ്രാപിച്ച ദൈവമക്കൾ ഇവിടെ ഇരുന്ന് അത് കണ്ടാണ് സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. ഒരു തുള്ളി വെള്ളം ചുട്ടുപഴുത്ത ഒരു അടകല്ലിലേക്ക് എടുത്തു വെച്ച് ഒരു പഴുത്ത കൂടം കൊണ്ട് അതിനെ അടിച്ചാൽ ഒരു കൈത്തോക്കിലെ തിര പൊട്ടിത്തെറിക്കുന്ന സ്ഫോടനത്തോടെ അത് പൊട്ടിത്തെറിക്കുമെങ്കിൽ പഞ്ചമഹാസമുദ്രങ്ങളിലെ വെള്ളം മുഴുവൻ മഹാദൈവത്തിന്റെ ന്യായവിധിയുടെ ഉഗ്ര ഊഷ്മാവിൽ കത്തിജ്വലിച്ച് ഈ ഭൂമി തീച്ചാറിൽ മുങ്ങുന്ന ദിനങ്ങൾ കൺമുൻപിലുണ്ട്. എന്നാൽ അതിൽ നിന്ന് കയറി വരുന്ന ഈ ഭൂമി ദൈവത്തിന്റെ കാര്യപരിപാടിയിൽ ശുദ്ധീകരിക്കപ്പെട്ടു കഴിയുമ്പോൾ ഇതിൽ പാർക്കാൻ മണവാളനായ നമ്മുടെ കർത്താവ് ഒരുക്കുന്ന മണിയറയായ ആ തങ്കക്കുട കെട്ടിടം ഇറങ്ങി വരികയാണ്. ആ കെട്ടിടത്തെ വർണ്ണിക്കാൻ എൻ്റെ വാക്കുകൾക്ക് ശക്തിയില്ല. സ്തോത്രം. എന്നാൽ ഇന്ന് രാത്രി എൻ്റെ മുൻപിലിരിക്കുന്ന പ്രിയപ്പെട്ടവർ ഈ വിഷയത്തിന്റെ ഗൗരവധാന്യം ഒന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്ക് ദൈവസന്നിധിയിൽ വായടച്ചിരിക്കാൻ കഴിയുകയില്ല. നമുക്ക് പ്രാപിപ്പാൻ തുടങ്ങുന്ന മഹത്വമോർത്ത് ഇന്ന് രാത്രി കർത്താവിനെ ആരാധിക്കാതിരിക്കാൻ കഴിയുകയില്ല. പ്രിയപ്പെട്ടവരെ, അധിക നാളുകൾ കാര്യങ്ങളൊന്നും ഇങ്ങനെ മുൻപോട്ട് പോകുകയില്ല കേട്ടോ. ഇതാ ഇറങ്ങി വരികയാണ് ഒരു കനക കൊട്ടാരം. 1200 നാഴിക നീളം, 1200 നാഴിക വീതി, 1200 നാഴിക ഉയരം, സമചതുര ഘനവടിവമാണിത് എന്ന് പറഞ്ഞാൽ നീളവും വീതിയും ഉയരവും സമമാണ്. ഇതുണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇതാ ആ നഗരത്തെ അളക്കാൻ ദൂതന്റെ കയ്യിൽ ഒരു പൊൻ അളവുകോൽ ലഭിച്ചിരിക്കുന്നു. അവൻ ആ നഗരത്തെ അളന്നു. 1200 നാഴിക ദൂരം എന്ന് കണ്ടു. അത് ദൈവത്തിന് സ്തോത്രം. ദൂതന്റെ അളവിന് എന്ന് വെച്ചാൽ മനുഷ്യന്റെ അളവിന് തന്നെ 1200 നാഴിക നീളം. ഒരു നാഴിക എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നാഴിക നേരം കൊണ്ട് ആരോഗ്യമുള്ള ഒരാൾ നടന്നു കഴിയുന്ന ദൂരമാണ് ഒരു നാഴിക. 2.25 കിലോമീറ്റർ വരും. അർത്ഥാൽ പൊതുവിൽ 2 കിലോമീറ്റർ എന്നെടുക്കാം. 1200 നാഴിക എന്ന് പറഞ്ഞാൽ 2400 കിലോമീറ്റർ നീളം എന്നർത്ഥം. 2400 കിലോമീറ്റർ നീളം, 2400 കിലോമീറ്റർ
കിലോമീറ്റർ വീതി, 2400 കിലോമീറ്റർ ഉയരം. ഒരു പ്രശസ്ത വ്യാഖ്യാതാവിന്റെ ശൈലിയിൽ പറഞ്ഞാൽ കന്യാകുമാരി മുതൽ ഡൽഹി വരെയുള്ള നീളം, കന്യാകുമാരി മുതൽ ഡൽഹി വരെയുള്ള വീതി, കന്യാകുമാരി മുതൽ ഡൽഹി വരെയുള്ള ഉയരം. ഈ മതിലിന്റെ, ഈ പട്ടണത്തിന്റെ മതിൽക്കെട്ടുകൾ എങ്ങനെ ഇരിക്കുന്നു? 144 മുഴം ഉയരം, 65 മീറ്റർ ഉയരത്തിൽ മതിൽ നിൽക്കുകയാണ്. ഈ ഓരോ മതിൽക്കെട്ടുകളുടെ ഇടയിലും 3 ഗോപുരങ്ങൾ, ഒരു വശത്തുൾപ്പെടെ 4 വശത്തും 12 ഗോപുരങ്ങൾ ഉയർന്നു നിൽക്കുന്നു. ഈ മതിൽക്കെട്ടുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് എന്തെന്നറിയാമോ? ഏറ്റവും വിലയേറിയ സൂര്യകാന്ത രത്നം കൊണ്ടാണ്. 65 മീറ്റർ ഉയരത്തിൽ സൂര്യകാന്ത രത്നം എന്ന് പറഞ്ഞാൽ നട്ടുച്ച നേരത്ത് സൂര്യൻ നമ്മുടെ തലയ്ക്കുമീതെ കുതിച്ചു കയറുമ്പോൾ സൂര്യനിൽ നിന്ന് ജ്വലിക്കുന്ന പ്രകാശധാരയ്ക്ക് എത്ര വെണ്മയുണ്ടോ അത്ര വെണ്മയിൽ കത്തിജ്വലിച്ചു നിൽക്കുന്ന സൂര്യകാന്ത രത്നം കൊണ്ടുണ്ടാക്കിയ മതിൽക്കെട്ടുകൾ. മാത്രമോ, നിരവധി രത്നങ്ങൾ പതിച്ചു വെച്ചിരിക്കുന്ന അടിസ്ഥാനങ്ങൾ. അതിനകം എങ്ങനെയുണ്ട്? അകം മറ്റൊന്നല്ല, സ്വച്ഛ സ്ഫടികത്തിനൊത്ത തനി തങ്കം. സ്വച്ഛ സ്ഫടികത്തിനൊത്ത തനി തങ്കം. എന്താ തങ്കത്തിന്റെ പ്രത്യേകത? കറകളങ്കങ്ങൾ ഇല്ലാത്ത തനി തങ്കം. പ്രിയപ്പെട്ടവരെ, തങ്കം കണ്ട് ഞാൻ അത്ഭുതപ്പെട്ട രംഗം, ദൈവത്തിന് സ്തോത്രം, ലണ്ടനിലത്തെ പ്രത്യേക രംഗമാണ്. അവിടെ രാജകുടുംബങ്ങൾ ഉപയോഗിച്ച പുരാതന സ്വർണശേഖരം, അതേ പുരാതനമായിരിക്കുന്ന കൊട്ടാരത്തിന്റെ സ്ട്രോങ് റൂമിനകത്തിരിക്കുന്നത് അവിടെ ചെല്ലുന്ന ആളുകൾക്ക് കാണുവാൻ കഴിയും. അത് കണ്ടാൽ ഏതൊരു വ്യക്തിയുടെയും കണ്ണു മഞ്ഞളിച്ചു പോകും. ആ സ്ട്രോങ് റൂമിനകത്ത് സ്വർണ്ണ കുട്ടകങ്ങളും സ്വർണ്ണ പാത്രങ്ങളും വലിയ സ്വർണ്ണ സാധനങ്ങളും ഇരിപ്പുണ്ട്. അതിനകത്തേക്ക് ഞാനൊന്ന് എത്തി നോക്കി. ഞാൻ പറയട്ടെ, ഏതോ ചുവന്ന ദ്രാവകം ഈ സ്വർണ്ണ കുട്ടകത്തിൽ കിടന്ന് തിളയ്ക്കുന്നത് പോലെ എനിക്ക് തോന്നി. എന്ന് പറഞ്ഞാൽ കണ്ണുപോലും മഞ്ഞളിക്കത്തക്ക വിധം മഞ്ഞപ്രകാശം ഉയരുകയാണ്. 530 കാരറ്റ് തനി തങ്കം കൊണ്ടുണ്ടാക്കിയ സ്വർണം ഏതൊരു വ്യക്തിയുടെയും കണ്ണുകൾക്ക് എത്ര ഇമ്പകരമെങ്കിൽ നോക്കുക. സ്ഫടികത്തിനൊത്ത തനി തങ്കമെന്ന് പറഞ്ഞാൽ കളങ്കം ലവലേശമില്ലാതെ ജ്വലിച്ചു കത്തുന്ന തങ്കത്തളങ്ങൾ. സ്തോത്രം. നോക്കുക, ഞാൻ ഇന്ന് രാത്രി ചോദിക്കട്ടെ, ഒരു 12-15 അടി പൊക്കമുള്ള കെട്ടിടം പോരെ എനിക്കും നിനക്കും താമസിക്കാൻ? എങ്ങനെയെങ്കിൽ 2400 കിലോമീറ്റർ മുകളിലേക്ക് ഉയരം, 2400 കിലോമീറ്റർ വീതി, 2400 കിലോമീറ്റർ അതേ സമചതുരമായിരിക്കുന്ന ഈ കെട്ടിടം എത്ര മനോഹരമായിരിക്കും. ഇതിൽ പാർക്കാനാണ് ഇന്ന് രാത്രി എന്നെയും നിങ്ങളെയും സ്വർഗം നിത്യതയ്ക്കായി കണ്ടതെങ്കിൽ നമുക്ക് ലഭിക്കാൻ തുടങ്ങുന്ന ഭാഗ്യകാലം ഓർത്ത് ആത്മനിറവ് പ്രാപിച്ച ദൈവമക്കൾ കണ്ണടച്ചിരുന്ന് ഉറങ്ങുകയല്ല, പ്രാപിച്ച ദൈവകൃപയോടെ ശബ്ദമുയർത്തി സ്തോത്രം ചെയ്യുന്ന രാത്രിയാകട്ടെ. ആ കെട്ടിടത്തിന്റെ സൗന്ദര്യത്തെക്കാൾ, ആ കെട്ടിടത്തിന്റെ ഭംഗിയേക്കാൾ ഞാൻ പറയട്ടെ, ഞാൻ ഇന്ന് രാത്രി ഇവിടെ നിന്ന് സ്തോത്രം ചെയ്യുമ്പോൾ എനിക്കൊരു ഭവനമുണ്ട്. ആ വീട്ടിൽ എത്തുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യേകത ഒരു കൊട്ടാരത്തിലും പാർത്താൽ കിട്ടുകയില്ല. ഇവിടെ നിന്ന് യോഗം കഴിഞ്ഞ് നിങ്ങൾ ഇറങ്ങുന്നു, എന്നാൽ തൊട്ടടുത്ത വലിയ ഫ്ലാറ്റ് നോക്കി നിങ്ങൾ കയറില്ല. നിങ്ങളുടെ ലക്ഷ്യം നിങ്ങളുടെ വീടാണ്. അവിടെ നിങ്ങൾക്കാരുണ്ട്? നിങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയുണ്ട്, നിങ്ങളുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളുണ്ട്. ബന്ധങ്ങളാണ് ഒരു കെട്ടിടത്തിന് ആന്തരിക സൗന്ദര്യം വരുത്തുന്നതെങ്കിൽ തങ്കക്കുട കെട്ടിടത്തിന്റെ കനകകാന്തിയല്ല. എനിക്ക് വേണ്ടി ഇന്നേക്ക് 2000 കൊല്ലങ്ങൾക്ക് പുറകിൽ ജീവൻ തന്ന എന്റെ നാഥൻ ഉള്ളത് കൊണ്ട് കൃപ ലഭിച്ച ദൈവമക്കൾ ഇവിടെ ഇരുന്നു കൊണ്ട് ആത്മാവിൽ കാണുക. നമ്മുടെ വീടിനെ ഓർത്ത് സ്തോത്രം ചെയ്യാൻ നമ്മുടെ അധരം ചലിക്കുന്നതിന്റെ കാരണം നമ്മുടെ പാർപ്പിടത്തിന്റെ സൗന്ദര്യത്തെക്കാൾ അതിലുള്ള ബന്ധങ്ങളുടെ ശ്രേഷ്ഠതയാണ്. സ്തോത്രം പറയാൻ കഴിയുമോ? 6 അടി മണ്ണിൽ നീറിയൊടുങ്ങുന്ന ലൗകിക സൗഭാഗ്യങ്ങൾക്ക് വേണ്ടിയല്ല നീ വീണ്ടും ജനിച്ചത്. നിന്റെ മുട്ടുവേദന മാറ്റാൻ, നിന്റെ പല്ലുവേദന മാറ്റാൻ പരിശുദ്ധാത്മാവിനെ എങ്ങനെ ഉപയോഗിക്കാം എന്ന ടെക്നിക്കല്ല ഞാൻ ഇന്ന് രാത്രി വേദിയിൽ പ്രസംഗിക്കുന്നത്. 6 അടി മണ്ണിൽ നീറി തീർന്നാലും എൻ്റെ കണ്ണ് തുറക്കുമ്പോൾ എനിക്ക് ലഭിക്കാൻ തുടങ്ങുന്ന നിത്യതയുടെ ഭാഗ്യമോർത്ത് ഇന്ന് രാത്രി ഇവിടെ ഇരുന്ന് ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കൾ ശോധനയുടെ നടുവിൽ ഇങ്ങനെ പറയണം: ദൈവത്തെ
സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നെങ്കിൽ എന്റെ ശോധനയുടെ പുറകിൽ ഇന്ന് രാത്രി ഞാനൊരു കരം കാണുന്നു. അതെന്നെ തകർക്കുന്ന കരമല്ല, എന്നെ പണിയുന്ന കരമാണ്. ദൈവത്തെ ആരാധിക്കുന്ന ദൈവമൈതലേ, ആർക്കും സഹിക്കാൻ കഴിയാത്തതാണോ ഇന്ന് രാത്രി നീ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്? തിരശീലയ്ക്ക് പുറകിൽ ഒരു കരം ഇന്ന് രാത്രി ആത്മാവിൽ കാണുക. അത് നിന്നെ തകർക്കുന്ന കരമല്ല, നിത്യതയ്ക്കായി നിന്നെ പണിയുന്ന കരമാണ്. കൈവിട്ടു പോകാതിരിപ്പാൻ ഒരുക്കപ്പെട്ട ദൈവമക്കൾ ഇന്ന് രാത്രി ഇരിക്കുന്ന ഇരിപ്പിൽ ആത്മനിറവിൽ സ്തോത്രം ചെയ്യുമ്പോൾ തന്നെ ഇന്ന് രാത്രി ഇങ്ങനെ പറയണം: ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നെങ്കിൽ എന്റെ ശോധനയുടെ പുറകിൽ ഇന്ന് രാത്രി ഞാനൊരു കരം കാണുന്നു. അത് സാധാരണ കരമല്ല, എന്റെ ദൈവത്തിന്റെ നിർണയത്തിന്റെ കരമാണ്. നിത്യതയുടെ തീരം എത്തുന്നത് വരെ എന്നെ തകർക്കാതെ കരം പിടിച്ച് നടത്തുന്ന ആ ബലമുള്ള കരത്തിൽ ഇന്ന് രാത്രി ഞാൻ കയറി പിടിച്ചിരിക്കുന്നു. പരിശുദ്ധാത്മാവി രാത്രി ഇവിടെ ഇരിക്കുന്ന കർത്തൃദാസന്മാരോട്, ഇന്ന് രാത്രി ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന യുവമക്കളോട് ആത്മാവിൽ ഒരു ദൂത് പറയുന്നു: നിനക്ക് സഹിക്കാൻ കഴിയാത്തതാണ് നിന്റെ ജീവിതയാത്രയിൽ ഒരുക്കിയിരിക്കുന്ന ശോധനയെങ്കിലും നിത്യതയാണ് നിനക്ക് വലുതെങ്കിൽ ഇതിന് നടുവിലൂടെ നിന്നെ വാഗ്ദത്ത നാട്ടിലെത്തിക്കാൻ കഴിവുള്ളവന്റെ ബലമുള്ള കരം നിന്റെ കരത്തിൽ പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ശോധനയ്ക്ക് നടുവിലിരുന്ന് ഇന്ന് രാത്രി സ്തോത്രം ചെയ്തിട്ട് ഈ രാത്രി ആരാധിക്കുന്ന ധൈര്യത്തോടെ പറയണം: ഇതിന്റെ പുറകിൽ ഒരു കരം ഞാൻ കാണുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി. സ്തോത്രം, 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 സ്തോത്രം. ജോസേഫേ, നീ മിസ്രയീമിലെത്തിയത് രാജവീഥിയിലൂടെയല്ല, കാരാഗ്രഹത്തിലൂടെ, പൊത്തിപ്പേറിന്റെ വീട്ടിലൂടെ, അപവാദത്തിലൂടെ, ചെയ്യാത്ത കുറ്റത്തിന്റെ തുണിത്തുണ്ടുയർത്തിയ തെളിവുകൾക്കിടയിലൂടെയാണ് നീ മിസ്രയീമിലെത്തിയത്. എന്നാൽ നിന്റെ സഹോദരന്മാർ മിസ്രയീമിലെത്തിയത് രാജവീഥിയിലൂടെയാണ്. രാജവീഥിയിലൂടെ എത്തിയ ഒരുത്തനും അവിടെ മന്ത്രി കസേര കാണാതിരുന്നപ്പോൾ കാരാഗ്രഹത്തിലൂടെ പോയ, പൊത്തിപ്പേറിന്റെ വീട്ടിലൂടെ പോയ, അപമാനത്തിനിടയിലൂടെ പോയ നിന്നെ അവിടെ മന്ത്രി കസേരയിൽ ഇരുത്താൻ ദൈവത്തിന് പ്രസാദം തോന്നിയെങ്കിൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരി, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദര, അഭിഷിക്തനായ ദൈവഭൃത്യ, സഹിക്കാൻ കഴിയാത്ത ശോധനകളാണ് ഇന്ന് രാത്രി നീ അനുഭവിക്കുന്നതെങ്കിൽ അതിന് നടുവിൽ മൗനമായിരിക്കുകയല്ല. ആ ശോധനയെ നോക്കിക്കൊണ്ട് പറയണം: അവൻ ഒരുക്കിയ കുഴിയും അവൾ ഉയർത്തിയ തുണിക്കഷണവും രാജാസനത്തിലേക്കുള്ള ചവിട്ടുപടിയാണെന്ന് എനിക്ക് മനസ്സിലാകാനുള്ള ദിവസങ്ങൾ അടുത്തു വരുന്നത് കൊണ്ട് തന്നെ നോക്കിയിട്ട് ഇന്ന് രാത്രി ഞാൻ ഇങ്ങനെ പാടും: ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നെങ്കിൽ ഇതിന് പുറകിൽ ഒരു കരമുണ്ട്. ഇത് പിശാചിന്റെ കരമല്ല, ഇത് ബന്ധനമല്ല, ഇത് ക്ഷുദ്രപ്രയോഗമല്ല, ഇത് ആഭിചാരമല്ല. സകല പൈശാചിക ശക്തികളും ഒരുമിച്ച് ചേർന്നാലും എന്നെ തകർക്കാൻ കഴിയുകയില്ല. കാരണം ദൈവത്തെ സ്നേഹിക്കുന്ന എനിക്ക് വേണ്ടി എന്റെ ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നത് നിത്യതയുടെ വലിയ പദ്ധതികളാണ്. ആത്മനിറവ് പ്രാപിച്ച ദൈവമക്കൾ ഇന്ന് രാത്രി ഇവിടെ ഇരുന്ന് സ്തോത്രം ചെയ്യുമ്പോൾ, ഞാൻ ഇവിടെ ഇരുന്ന് സ്തോത്രം ചെയ്യുന്ന പ്രിയപ്പെട്ട ഒരു കാര്യം പറയാം: 33 കോടി ദൈവങ്ങളോ 6000 കോടി അസുരഗണങ്ങളോ ഭൂതപ്രേതാദികളോ കാളിക്കൂളി കാട്ടുപിശാചുക്കളോ വെച്ചുപൂജകളിലും കുരിയാലകളിലും നേർച്ചക്കാവുകളിലും കമ്പലങ്ങളിലും കുളങ്ങളിലും മുഴുവൻ വ്യാപരിക്കുന്ന ദുർഭൂതങ്ങൾ ഒരുപോലെ പണമുയർത്തിയാലും നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി തകർക്കാൻ അവറ്റകൾക്ക് കഴിയുകയില്ല എന്ന് ധൈര്യത്തോടെ പറയാൻ കാരണം, നിന്നെ വിളിച്ചവൻ സാധാരണക്കാരനല്ല. നീ നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപ് നിന്നെ കണ്ടവന്റെ കരം ഇതിന്റെ പുറകിൽ ചലിക്കുന്നുണ്ടെങ്കിൽ ശോധനയ്ക്ക് നടുവിൽ നീ പറയണം: ഇതിന്റെ പുറകിൽ ഒരു കരം ഞാൻ കാണുന്നു. മറ്റൊരു കരമല്ല, നിത്യതയ്ക്കായി എന്നെ നിർണയിച്ചിരിക്കുന്ന ദൈവത്തിന്റെ കരം. ഗ്ലോറി, ഗ്ലോറി, ഹല്ലേലൂയ. ഞാൻ രാത്രി പറയട്ടെ, ഇംഗ്ലണ്ടിൽ ഒരു സുവിശേഷ യോഗം നടക്കുമ്പോൾ ഒരു അനുഗ്രഹീതനായിരിക്കുന്ന കർത്തൃദാസൻ യോഗത്തിന് പോകുവാനായി കുതിരപ്പുറത്ത് യാത്ര ചെയ്യുവാൻ തുടങ്ങി. അദ്ദേഹം തന്നെ അനുഭവം കുറിച്ചിരിക്കുന്നത് ഇങ്ങനെ ഞാൻ വായിച്ചു: കയറി തുടങ്ങി യാത്ര തുടങ്ങിയപ്പോൾ മുതൽ തന്റെ ഷൂസിനകത്ത് വല്ലാത്ത ഉറുമ്പുകടി. ഇന്ന് രാത്രി യോഗത്തിനകത്ത് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോഴും മറ്റുള്ളവരോട് തുറന്നു പറയാൻ കഴിയാത്ത ഉറുമ്പുകടി സഹിക്കുന്നവർ ഇതിനകത്തില്ലേ? ഭാരപ്പെടണ്ട, അതിന്റെ പുറകിൽ ദൈവത്തിന് പദ്ധതിയുണ്ട്. ദൈവത്തിന് സ്തോത്രം. യാത്രയിൽ ഉടനീളം കുനിഞ്ഞു കിടന്ന് ഷൂസിനകത്തെ ഉറുമ്പ് ഞെരുടി താൻ യാത്ര ചെയ്തു. യോഗസ്ഥലത്തെത്തി, വൈകിട്ട് പ്രസംഗിച്ചു. പ്രസംഗം കഴിഞ്ഞപ്പോൾ രക്ഷിക്കപ്പെട്ടവരിൽ ഒരുവൻ രക്ഷിക്കപ്പെട്ടു. അവനോട് ചോദിച്ചു, നിന്റെ അനുഭവം എന്താണ്? അവൻ പറഞ്ഞു, നിങ്ങളുടെ പുറകിൽ ഒരു ശക്തിയേറിയ വ്യക്തി ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അനുഭവം വിശദീകരിക്കാമെന്ന് ചോദിച്ചു. അവൻ ഇങ്ങനെ വിശദീകരിച്ചു:
താങ്കളെ കൊല്ലാൻ ഞങ്ങളുടെ ഗ്രൂപ്പ് കഴിഞ്ഞ ചില മണിക്കൂറുകൾക്ക് മുൻപ് താങ്കളുടെ യാത്രയിലെ ആ കാട്ടുപാതയിൽ കുറുകെ കമ്പി വലിച്ചു കെട്ടിയിരുന്നു. ഞങ്ങൾ നിങ്ങളെ കൊല്ലാൻ കമ്പി വലിച്ചു കെട്ടി കാത്തു നിൽക്കുമ്പോൾ കമ്പിയുടെ അടുക്കൽ വന്നപ്പോൾ നിങ്ങൾ കുനിഞ്ഞു. ഞങ്ങൾ മറുവഴിയിട്ട് മറ്റൊരിടത്ത് കമ്പി വലിച്ചു കെട്ടി. അവിടെ എത്തിയപ്പോഴും നിങ്ങൾ കുനിഞ്ഞു. നിങ്ങളെ കമ്പിയുടെ അടുക്കൽ വന്നപ്പോൾ കുനിയിച്ചത് ഒരു കരമാണെന്ന് ഞങ്ങൾക്കറിയാം. അത് ദൈവത്തിന്റെ കരമാണ്. ഇന്ന് രാത്രി ഇവിടെ ഇരുന്ന് ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കളെ, ചില ശോധനകൾ അനുഭവിച്ചുകൊണ്ടാണ് നീ ഇന്ന് രാത്രി യോഗത്തിലിരിക്കുന്നതെങ്കിൽ ആ പ്രതികൂലത്തെ നോക്കിയിട്ട് നീ ധൈര്യത്തോടെ പറയണം, ഇതിന്റെ പുറകിൽ ഒരു കരം ചലിക്കുന്നുണ്ട്. അത് സാധാരണ കരമല്ല, എന്റെ ദൈവത്തിന്റെ നിത്യതയുടെ കരം. അത് ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന പദ്ധതി നിത്യതയുടെ തീരത്തെത്തിയെങ്കിലേ എനിക്ക് വ്യക്തമായി മനസ്സിലാകൂ. ഇനിയും ഇത് എവിടെ മുതൽ വരെ തയ്യാറാക്കിയ പദ്ധതിയാണ്? നിങ്ങൾ ഇന്ന് രാത്രി എന്നോടൊപ്പം ഉണ്ടല്ലോ. ആ വാക്യം ഒന്ന് ചേർന്ന് പറയുന്നത് ഏറ്റവും നന്നായിരിക്കും. ശ്രദ്ധിച്ച് കേൾക്കുക. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി. സകലതും നന്മയ്ക്കായിട്ടാണോ? ഉറപ്പ് പറയാൻ കഴിയണം ദൈവമക്കൾക്ക്. ഒരു ബൈബിൾ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നു. അനുഗ്രഹീതനായ ഒരു കർത്തൃദാസൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ റോമാലേഖനം പഠിപ്പിക്കുന്ന അധ്യാപകനോട് വിദ്യാർത്ഥികൾ ഒരാൾ ചോദിച്ചു, സാറേ ഈ പറഞ്ഞ വാക്യം ശരിയാണോ? അദ്ദേഹം പറഞ്ഞു, ശരിയാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കാണോ? അപ്പോൾ മരണവും രോഗവും അപകടങ്ങളും പോലും നന്മയ്ക്കാണോ? ആ കർത്തൃദാസൻ ഇങ്ങനെ പറഞ്ഞു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കെന്ന് എന്റെ ദൈവത്തിന്റെ വചനം പറയുന്നതിനാൽ മുഴുവൻ നന്മയ്ക്ക് എന്ന് ഞാൻ അടിവരയിട്ട് പറയുന്നു. അന്ന് വൈകിട്ട് ബൈബിൾ കോളേജിലെ ക്ലാസ് കഴിഞ്ഞ് ഇദ്ദേഹവും ഭാര്യയും ഭവനത്തിലേക്ക് പോകുമ്പോൾ ഒരാക്സിഡന്റിൽ ട്രക്കുമായി വണ്ടി കൂട്ടിയിടിച്ചു. അദ്ദേഹത്തിന്റെ ഭാര്യ തൽക്ഷണം മരിച്ചു. 18ലധികം ഒടിവുകളോടുകൂടെ, അപകടങ്ങളോടുകൂടെ, മുറിവുകളോടുകൂടെ താൻ ഹോസ്പിറ്റലിലെത്തി. മരണത്തോടടുക്കുകയാണ്. ഇന്റേണൽ ബ്ലീഡിംഗ് വർദ്ധിക്കുന്നു. ഈ സമയം എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എന്റെ വിദ്യാർത്ഥികളെ എനിക്ക് കാണണം എന്ന് കർത്തൃദാസൻ പറഞ്ഞു. വിദ്യാർത്ഥികളിൽ ചില ആളുകൾ ഓടിയെത്തി. അദ്ദേഹത്തിന്റെ കിടക്കയ്ക്ക് ഉറ്റു നിൽക്കുമ്പോൾ ഈ കർത്തൃദാസനെ കിടക്കുന്ന കിടപ്പിൽ ഇങ്ങനെ പറഞ്ഞു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കെന്ന വാക്യം ഇപ്പോഴും ശരിയാണെന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു. 2 ദിവസം കൊണ്ട് സ്ഥിതി മെച്ചപ്പെട്ടു. ആരോഗ്യം വീണ്ടെടുക്കാനിടയായി. പക്ഷേ അടുത്ത ദിവസം സ്ഥിതി വഷളായി. അവസാന മിനിറ്റുകളിലേക്ക് നീങ്ങുകയാണ്. ഈ സമയം എന്തെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവിയെ കുറിച്ച് പറയാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആ കർത്തൃദാസൻ പറഞ്ഞു, എന്റെ ക്ലാസ്സിലെ വിദ്യാർത്ഥികളുടെ ലീഡറിനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. അദ്ദേഹത്തെ അകത്ത് വിളിച്ചു. എന്നിട്ട് ICUവിന്റെ റൂമിൽ ഇങ്ങനെയാണ് ആ വായയുടെ അടുക്കലേക്ക് ചുണ്ട്, അതേ ആ ചെവി ഒന്ന് അടുപ്പിക്കുവാൻ പറഞ്ഞിട്ട് ആംഗ്യം കാട്ടിയപ്പോൾ ആ ചെവി അടുപ്പിച്ച വേളയിൽ ഈ കർത്തൃദാസൻ പറഞ്ഞത് ഇങ്ങനെയാണ്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി എന്ന വാക്യം ശരിയാണെന്ന് മാത്രമല്ല, എന്റെ കുഴിമാടത്തിന്റെ മുൻപിലെ കൽഫലകത്തിൽ ആ വാക്യം എഴുതി വയ്ക്കണം എന്നെന്റെ അഭിലാഷം കൂടെ ഞാൻ പറയുന്നു. ഇന്ന് രാത്രി ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദര, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കാണോ? 5 കൂട്ടം കാര്യങ്ങൾ നിന്നെ കുറിച്ച് പ്ലാൻ ചെയ്തതിന് ശേഷമാണ് ഈ ഭൂമിയിൽ നിന്നെ ജനിക്കാൻ നിന്റെ ദൈവം അനുവദിച്ചത് എന്ന് ബോധ്യമുണ്ടെങ്കിൽ, ഞാൻ ജനിക്കും മുൻപ്, എൻ്റെ അപ്പൂപ്പൻ ഉണ്ടാകും മുൻപ് എൻ്റെ നിത്യത വരെ കരുതി വെച്ച ദൈവമാണ് ഇന്ന് രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവമെങ്കിൽ, ഇതിന്റെ പുറകിൽ ഒരു കരം ചലിക്കുന്നുണ്ട് എന്ന് സ്തോത്രത്തോടെ പറയാതിരിക്കാൻ നിനക്ക് കഴിയില്ല. എന്താണ് 5 കൂട്ടം കാര്യം? ശ്രദ്ധിച്ച് കേൾക്കണമേ. അവൻ മുന്നറിഞ്ഞവരെ, ആ വിരലുകൾ 5 വിരലും ഒന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ, 5 വിരലും ഒന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ. അതിൽ 4 വിരലും ഒന്ന് മടക്കിയിട്ട് 1 വിരൽ മാത്രം നിങ്ങൾ ഉയർത്തിപ്പിടിച്ചേ. എന്താണെന്ന് ചോദിച്ചാൽ ഈ കാര്യം ഒന്ന് മനസ്സിലാക്കാൻ, അവൻ മുന്നറിഞ്ഞവരെ എന്നൊന്ന് ശബ്ദം ഉയർത്തി പറഞ്ഞേ. ഇത്രേ ശബ്ദമേ ഉള്ളോ? ഒന്ന് പറഞ്ഞാട്ടെ, ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, മുന്നറിഞ്ഞവരെ. ഒന്നുകൂടെ പറഞ്ഞാട്ടെ, മുന്നറിഞ്ഞവരെ. അല്പ ഉച്ചത്തിൽ, മുന്നറിഞ്ഞവരെ.
എന്റെ ദൈവം എന്നെ മുന്നറിഞ്ഞു എന്ന് ബോധ്യമുള്ള ദൈവമക്കൾ ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. ഒന്ന് മുന്നറിഞ്ഞവരെ, മുന്നറിവ്. തന്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന് സ്വരൂപത്തോട് അനുരൂപമാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. രണ്ടാമത്തെ വിരലൊന്ന് ഉയർത്തി പറഞ്ഞാട്ടെ, എന്റെ ദൈവം എന്നെ മുൻ നിയമിച്ചു. ശബ്ദമുയർത്തി, എന്റെ ദൈവം എന്നെ മുൻ നിയമിച്ചു. മുൻ നിയമിച്ചവരെ വിളിച്ചു. 3, എന്റെ ദൈവം എന്നെ വിളിച്ചു. 4, വിളിച്ചവരെ നീതീകരിച്ചു. 4, എന്റെ ദൈവം എന്നെ നീതീകരിച്ചു. 5, എന്റെ ദൈവം എന്നെ തേജസ്കരിക്കും. അങ്ങനെയെങ്കിൽ ഈ 5 കൂട്ടം കാര്യങ്ങൾ ഞാൻ ജനിക്കുന്നതിന് മുൻപ് തയ്യാറാക്കിയതിന് ശേഷമാണ് ഈ ഭൂമിയിൽ എന്റെ ദൈവം എന്നെ ജനിക്കാൻ അനുവദിച്ചതെങ്കിൽ ഇന്ന് രാത്രി ഞാൻ സ്തോത്രത്തോടെ പറയുന്നു, മുന്നറിവ് മുതൽ തേജസ്കരണം വരെ പ്ലാൻ ചെയ്തിട്ടാണ് ദൈവം ഇന്ന് രാത്രി എന്നെ ഇവിടെ ആക്കിയിരിക്കുന്നതെങ്കിൽ എന്റെ ജീവിതത്തിന്റെ പുറകിൽ ഒരു കരം ചലിക്കുന്നുണ്ട്. എത്ര കാര്യം നിനക്കറിയാം കുഞ്ഞെ. നിന്റെ കണഞ്ഞാൻകുടുക്ക പോലുള്ള ഈ തലയ്ക്ക് 2 കാര്യമേ അറിയൂ. എന്തൊക്കെയാണെന്നറിയാമോ? 1, നിന്റെ വിളിയെ കുറിച്ച് നിനക്കറിയാം. 2, നിന്റെ നീതീകരണത്തെ കുറിച്ച് നിനക്കറിയാം. എന്നാൽ നിനക്കറിയാൻ പറ്റില്ല എന്ത്? നിന്റെ മുന്നറിവ്. എന്തറിയാൻ പറ്റില്ല? കല്ലറയ്ക്കപ്പുറത്തെ നിന്റെ തേജസ്കരണം. കേട്ടോ, എവിടെ മുന്നറിഞ്ഞു? ഈ രാത്രി ഓർക്കുക, ഞാൻ വേദഭാഗം പറയാൻ തുടങ്ങുകയാണ്. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു. എന്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു. എന്റെ വഴികളൊക്കെയും നിനക്ക് മനസ്സിലായിരിക്കുന്നു. നീ അറിയാതൊരു വാക്കും എന്റെ നാവിന്മേലില്ല. നീ മുൻപും പിൻപും എന്നെ അടച്ചു, നിന്റെ കൈ എന്റെ മേൽ വെച്ചിരിക്കുന്നു. ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാകുന്നു. അതെനിക്ക് ഗ്രഹിച്ചുകൂടാതെ വണ്ണം ഉന്നതമായിരിക്കുന്നു. നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും? തിരുസന്നിധി വിട്ട് ഞാൻ എവിടെ കൂടും? ഞാൻ സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെയുണ്ട്. ഞാൻ ഉഷസ്സിൽ ചിറക് ധരിച്ച് സമുദ്രത്തിന്റെ അറ്റത്ത് എന്ന് പാർത്താൽ അവിടെയും നിന്റെ കൈ എന്നെ നടത്തും. ഇരുട്ടെന്നെ മൂടിക്കളയട്ടെ, വെളിച്ചം എന്നെ ചുറ്റും രാത്രിയായി തീരട്ടെ എന്ന് പറഞ്ഞാൽ ഇരുട്ട് പോലും നിനക്ക് മറവായിരിക്കയില്ല. എന്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെടഞ്ഞു. കേട്ടോ, നെയ്ത്തുകാരൻ കൊട്ട മെടയുന്നത് പോലെ, ഓല നെയ്തെടുക്കുന്നത് പോലെ നിന്റെ അമ്മയുടെ ഗർഭഗ്രഹത്തിൽ അവൻ നിന്നെ മെടഞ്ഞു. ഭയങ്കരവും അതിശയകരവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. നിന്റെ പ്രവർത്തികൾ അത്ഭുതകരമാകുന്നു. എൻ്റെ ഉള്ളം നല്ലവണ്ണം അറിയുന്നു. അടുത്ത പ്രയോഗം, ഞാൻ രഹസ്യത്തിൽ ഉണ്ടാക്കപ്പെടുകയും ഭൂമിയുടെ അധോഭാഗങ്ങളിൽ നിർമ്മിക്കപ്പെടുകയും ചെയ്തപ്പോൾ എൻ്റെ അസ്ഥികൂടം നിനക്ക് മറവായിരുന്നില്ല. ഞാൻ പിണ്ഡാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണെന്നെ കണ്ടു. നിയമിക്കപ്പെട്ട നാളുകൾ ഒന്നുമില്ലാതെ ഇരുന്നപ്പോൾ ഇവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു. ഒന്ന് സ്തോത്രം ചെയ്യാൻ കഴിയുമോ? നിന്റെ അപ്പൻ നിന്നെ അറിയുന്നതിന് മുൻപ്, നിന്റെ അമ്മ നിന്നെ അറിയുന്നതിന് മുൻപ്, നിന്റെ അമ്മയുടെ ഗർഭഗ്രഹത്തിൽ നീ രൂപപ്പെടുന്നതിന് മുൻപ്, നിനക്കാരെങ്കിലും പേർ വിളിക്കുന്നതിന് മുൻപ്, നീ ഒരു സഭാ ഹാളിൽ അംഗമായി ചെല്ലുന്നതിന് മുൻപ്, എൻ്റെ ദൈവത്തിന്റെ സർവജ്ഞാനത്തിൽ അവൻ നിന്നെ മുന്നറിഞ്ഞതാണ് എന്ന് ബോധ്യമുള്ള ദൈവമക്കൾ ഓർക്ക് അനുഭവിക്കാൻ തുടങ്ങുന്ന ശോധന ഏത് വഴിക്കൂടെയാണെന്ന് അറിയാവുന്ന ദൈവമാണ് ഇന്ന് രാത്രി സ്തോത്രം പറഞ്ഞ് ആരാധിക്കുന്ന ദൈവമെങ്കിൽ ഇതിന്റെ പുറകിൽ ഒരു കരമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ആത്മാവിൽ പറ, ഇത് സാധാരണ കരമല്ല. നിത്യത വരെ എന്നെ തകർക്കാതെ എത്തിക്കാൻ ഈ കരം ഇവിടെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ നാട്ടിൽ ഭക്തനായ ഒരു കർത്തൃദാസൻ ഉണ്ടായിരുന്നു. ആ ദൈവഭൃത്യൻ ഞങ്ങളുടെ വീടിന്റെ ഭാഗത്തെ റബ്ബറിൻ തോട്ടത്തിന്റെ ഭാഗത്തുകൂടെ മുകളിലേക്ക് പോയാൽ ഒരു ഒറ്റപ്പെട്ട കൽക്കൂട്ടമുണ്ട്. ആ സ്ഥലത്ത് പോയി മണിക്കൂറുകൾ പ്രാർത്ഥിക്കുക അദ്ദേഹത്തിന്റെ സ്വഭാവമായിരുന്നു. എൻ്റെ 98 വയസ്സ് പ്രായമുള്ള എൻ്റെ വല്യമ്മച്ചി പറഞ്ഞ സംഭവം ഓർക്കുന്നു. ഒരു ദിവസം ഈ കർത്തൃദാസൻ കണ്ണ് തുടച്ച് ഏങ്ങലടിച്ചുകൊണ്ട് ആ ഊടുവഴിയിലൂടെ വരികയാണ്. അപ്പോൾ എൻ്റെ വല്യമ്മച്ചി എന്ന് ചോദിച്ചു, അച്ചായ എന്നെ കരയുന്നേ? അപ്പോൾ കണ്ണ് തുടച്ചുകൊണ്ട് ഈ കർത്തൃദാസൻ ഇങ്ങനെ പറഞ്ഞു, കൊച്ചമ്മേ, ഞാൻ ദൈവത്തോട് ഒരു ചോദ്യം ചോദിക്കാൻ പോകാം. എന്താ അച്ചായ ചോദിക്കാൻ പോന്നേ? അപ്പോൾ ഈ ദൈവദാസൻ പറഞ്ഞു, കൊച്ചമ്മേ, വേണ്ടതുപോലെ ആത്മീയ കാഴ്ചപ്പാടില്ലാത്ത എൻ്റെ ഭാര്യ എന്നും പ്രതിസന്ധിയിൽ പ്രശ്നങ്ങളാണ്. സഹിക്കാൻ വയ്യ എനിക്ക്. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പോകുന്നു. ഒന്നുകിൽ കൂട് പൊളിച്ച് എന്നെ അങ്ങ് എടുക്കണം, അല്ലെങ്കിൽ എൻ്റെ വീട്ടിലെ തള്ളക്കിളിയെ നന്നാക്കണം. ഇത് പറയാൻ ഞാൻ ദൈവത്തോട് പോകുകയാണ്. കരഞ്ഞുകൊണ്ട് കയറിപ്പോയിട്ട് മണിക്കൂറുകൾ പ്രാർത്ഥിച്ചിട്ട് താൻ ഇറങ്ങി വരുന്ന സമയം അന്നത്തെ ശൈലിയിൽ
കടുങ്കാപ്പിക്കകത്ത് കന്നും നെയ്യ് ഒഴിച്ച് നേരെ കൊണ്ട് കൊടുത്തിട്ട് എന്റെ വല്യമ്മച്ചി ചോദിച്ചു, ദൈവത്തോട് ചോദിച്ചോ? ആ ദൈവദാസൻ പറഞ്ഞു ചോദിച്ചു. എന്നിട്ട് ദൈവം എന്താ പറഞ്ഞു? ആ സമയം കണ്ണ് തുടച്ചുകൊണ്ട് ഈ കർത്തൃദാസൻ ഇങ്ങനെ പറഞ്ഞു, എന്നോട് എന്റെ ദൈവം പറഞ്ഞു, ഈ കല്ലേൽ അലക്കിയെങ്കിലേ ഈ തുണി വെളുക്കത്തുള്ളെന്ന്. മനസ്സിലായ എത്ര ദൈവമക്കളുണ്ട്? ഈ കല്ലേൽ അലക്കിയെങ്കിലേ ഈ തുണി വെളുക്കത്തുള്ളെന്ന്. അഭിഷിക്തനായ കർത്തൃദാസ, കൃപയിൽ നിൽക്കുന്ന ദൈവമേ, നിത്യതയുടെ തീരത്ത് കറയില്ലാതെ നിന്നെ എത്തിക്കാൻ ഏത് ശോധന നിനക്ക് തരണമെന്ന് അറിയാവുന്ന ഒരു ദൈവമാണ് ഇന്ന് രാത്രി നീ സേവിക്കുന്ന ദൈവമെങ്കിൽ, ഇതിന്റെ പുറകിൽ ബന്ധനമല്ല, നിത്യതയിൽ കറയില്ലാതെ എത്തിക്കാൻ ഒരു കരം ചലിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ആത്മാവിൽ രാത്രി പറ, ഇത് സാധാരണ കരമല്ല, ഇത് നിത്യത നിർണയിച്ച കരമാണ്. എവിടാ തുടങ്ങിയത്? അത് പുരാതനകാല നിത്യതയിലാണ്. അതിനെക്കുറിച്ച് എഫേസ്യ ലേഖനം ഇങ്ങനെ പറയുന്നു, അവന്റെ സന്നിധിയിൽ നിഷ്കളങ്കരാകേണ്ടതിന് ലോകസ്ഥാപനത്തിന് മുൻപേ നമ്മെ അവനിൽ തിരഞ്ഞെടുത്തു. ഇന്ന് രാത്രി ഇത് വിശ്വസിക്കുന്നവർ കരമുയർത്തി സ്തോത്രം ചെയ്താട്ടെ. ലോകസ്ഥാപനത്തിന് മുൻപേ എന്റെ ദൈവം എന്നെ തിരഞ്ഞെടുത്തു എന്ന് ബോധ്യമുള്ള എത്ര പേര് ഇവിടെയുണ്ട്? സ്തോത്രം. നിന്റെ അപ്പനെ അറിയും മുൻപ്, നിന്റെ അമ്മയെ അറിയും മുൻപ്, നിന്റെ അടുത്ത ചാർച്ചയിൽപ്പെട്ടവർ നിന്നെ അറിയും മുൻപ്, എന്റെ ദൈവം ഞാൻ കാലൂന്നി നിൽക്കുന്ന ഈ ഭൂമി ഉണ്ടാകും മുൻപ് തന്റെ നിർണയത്തിൽ എന്നെ തെരഞ്ഞെടുത്തതാണെങ്കിൽ അത് സാധാരണ തിരഞ്ഞെടുപ്പല്ല, നിത്യത മുതൽ നിത്യത വരെ നീളുന്ന തിരഞ്ഞെടുപ്പാണ്. എന്താ ലോകസ്ഥാപനത്തിന് മുൻപ്? പൗലോസിന്റെ ഭാഷയിൽ ഞാൻ പറയാം, സകലതും സൃഷ്ടിച്ച ദൈവത്തിൽ അനാദികാലങ്ങൾക്കപ്പുറത്ത് മറഞ്ഞു കിടന്ന മർമ്മം. എന്താ അനാദി, എന്താ ആദി എന്ന് പഠിക്ക്. 31:1 The beginning God creates earth and heavens എന്ന് പറയുന്നു. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അതിന് മുൻപൊരു കാലമുണ്ടായിരുന്നു. മഹാകവി കെ വി സൈമൺ സാറിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, യാതൊരു കാലത്തെയാണ് ആദിയായി നിർദ്ദേശിപ്പതായതിനറുതി ഇല്ലാതുള്ള യുഗം മുൻപും വീതരൂപനായി വിമലാഭനായി നിന്ന മഹാനീല നിരതിയെ ഞാൻ ആദരാൽ വന്നിക്കുന്നു പറഞ്ഞാൽ, യാതൊരു കാലത്തെയാണ് ആദിയായി നിർദ്ദേശിപ്പത് ആയതിനറുതി ഇല്ലാതുള്ള യുഗം മുൻപ് ഒരാളുണ്ട്. 100 സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നു, പർവ്വതങ്ങൾ ഉണ്ടാകുന്നതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലങ്ങളെയും നിർമ്മിക്കുന്നതിനും മുൻപേ നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. അങ്ങനെയാണെങ്കിൽ എന്താണ് അനാദി? സൂര്യൻ പ്രകാശിക്കുന്നില്ല, ചന്ദ്രൻ പ്രകാശിക്കുന്നില്ല, നക്ഷത്രങ്ങളും നെബുലകളും ഗാലക്സികളും ഇല്ല, നാം കാലൂന്നി നിൽക്കുന്ന ഭൂമിയില്ല. ആഴിയുടെ അടിത്തലം മുതൽ ആകാശത്തിന്റെ അറുതി വരെ സമസ്ത സൃഷ്ടി സംവിധാനങ്ങളും ഇല്ലാതിരുന്ന തൃത്വം തന്നിൽ തന്നെ സമ്പൂർണമായി വിരാജിച്ചരുളിയ, തൃത്വം തന്നിൽ പൂർണ്ണമായിരുന്ന മറ്റൊരു പ്രപഞ്ച സൃഷ്ടികളും ഇല്ലാതിരുന്ന ഒരു പൂർവകാലമുണ്ട്. ഉണ്ടാകട്ടെ എന്ന കൽപ്പനാ ശബ്ദത്താൽ ആഴിയും ഊഴിയും തരിയും താരങ്ങളും വിളിച്ചു വരുത്തപ്പെടുന്നതിന് മുൻപ് തൃത്വം മാത്രം സമ്പൂർണതയിൽ വിരാജിച്ച പുരാതനകാല നിത്യതയിൽ തന്റെ ഭാവികാല പദ്ധതിയിൽ നിത്യതയുടെ തങ്കത്തെരുവീഥിയിൽ ഈ സ്വച്ഛ സ്ഫടികത്തിനൊത്ത തനിത്തങ്ക കൊട്ടാരത്തിൽ ദുബൈയിൽ നിന്നും ഷാർജയിൽ നിന്നും ഒരുപറ്റം ആൾക്കാരെ എത്തിക്കാൻ ദൈവം മുൻ കണ്ടതാണ്. ഇന്ന് രാത്രി എന്റെ മുൻപിലിരുന്ന് സ്തോത്രം ചെയ്യുന്ന ദൈവമക്കളിൽ വെളിപ്പെട്ടിരിക്കുന്ന ദൈവകൃപയെങ്കിൽ, ഇന്ന് രാത്രി സ്തോത്രം പറയുന്ന കൃപ പ്രാപിച്ച ദൈവമക്കൾ ഇങ്ങനെ രാത്രി പറയണം, ഇതിന്റെ പുറകിൽ ഒരു കരം ചലിക്കുന്നുണ്ട്. ഇത് സാധാരണ കരമല്ല, എന്റെ ദൈവത്തിന്റെ നിത്യതയുടെ പദ്ധതിയാണ്. ഞാൻ രാത്രി പറയട്ടെ, ഇത് പറയുന്ന കർത്തൃദാസനെ നിങ്ങൾ ഒരു നിമിഷം ഒന്ന് ശ്രദ്ധിക്കൂ. ഈ കർത്തൃദാസൻ മികവുറ്റ പ്രഭാഷകൻ, കിടയറ്റ പ്രസംഗകൻ. ഈ തികവുറ്റ കർത്തൃദാസൻ 3 സ്വർഗത്തോളം എടുക്കപ്പെട്ട് വെളിപ്പാടുകളുടെ ആധിക്യം പ്രാപിച്ച ഈ ദൈവവൃത്തിനെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കൂ. ഈ കർത്തൃദാസൻ ഒരു കുറിപ്പ്, മരണക്കുറിപ്പായി എഴുതിയത് തിമത്യോസിന്റെ 2-ാം ലേഖനത്തിലുണ്ട്. എഴുതിയത്, ഞാനോ ഇപ്പോൾ തന്നെ പാനീയയാഗമായി ഒഴിക്കപ്പെടുന്നു, എന്റെ നിര്യാണ കാലവും അടുത്തിരിക്കുന്നു. ഞാൻ നല്ല പോർ പൊരുതി ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു.
ഇനിയും നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു. എനിക്ക് മാത്രമല്ല, അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ. പ്രിയപ്പെട്ടവരെ, ചരിത്രം അല്പം ഒന്ന് പഠിച്ചാൽ ഇതെഴുതിയ കർത്തൃദാസന്റെ ജീവിതം സുഖപൂർണമായിരുന്നില്ല. ലോകം നോക്കിയിട്ട് പറയും, നിന്റെ ജീവിതം കഷ്ടതയുടെ ജീവിതം, നിന്റെ ജീവിതം മോഹഭംഗങ്ങളുടെ ജീവിതം. ഇന്ന് രാത്രി ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവപൈതലേ, ചിലർ പറയാറില്ലേ, പ്രാർത്ഥിച്ചതെല്ലാം കിട്ടി, ഇനി ഒന്നും കിട്ടാനില്ല, ഞങ്ങളുടെ കൂട്ടത്തിൽ കൂടിക്കോ, പ്രാർത്ഥിക്കുന്നതെല്ലാം കിട്ടുമെന്ന്. ഒരു കാര്യം ഓർക്കുക, എല്ലാ ആഗ്രഹവും സാധിച്ചു കഴിഞ്ഞെങ്കിൽ ഇനിയും തൂക്കിക്കളയാനുള്ള തീരുമാനമാണ് സ്വർഗം എടുത്തിരിക്കുന്ന ഓർത്താ മതി. കാരണം തൂക്കിക്കളയുന്നതിന് മുമ്പാണ് അന്ത്യാഭിലാഷവും സാധിച്ചു കൊടുക്കാറുള്ളത്. എന്നാൽ ഓർക്കുക, ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം സഹിക്കാൻ കഴിയാത്തതാണ് മുൻപിൽ ഇറങ്ങി വരുന്ന പാനപാത്രമെങ്കിലും എന്റെ കൊതിയല്ല, നിന്റെ ഹിതം തന്നെ നിവർത്തിക്കട്ടെ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ് ഒരു ഭക്തന്റെ ജീവിതത്തിലെ ദർശനമെങ്കിൽ ആ പൗലോസിലേക്ക് നിങ്ങൾ കണ്ണുകളൊന്ന് ഉയർത്തി നോക്കിക്കേ. കിടക്കുന്ന കിടപ്പ് നിങ്ങൾക്കറിയാമോ? മാർമാട്ടിൻ ഗുഹ എന്നറിയപ്പെടുന്ന ചരിത്ര പ്രസിദ്ധമായ കുഴിക്കകത്താണ് കിടക്കുന്നത്. ഒരു വശത്തുകൂടെ ടൈബർ നദി കൂലം കുത്തി പതഞ്ഞ് നുരഞ്ഞൊഴുകുകയാണ്. ഒരു വശത്ത് ഉയർന്നു നിൽക്കുന്ന ടൈബർ നദിയുടെ ഭാഗത്തെ കരിമ്പാറ, അതിനകത്ത് കുത്തനെ 10-15 അടി താഴേക്ക് വെട്ടിയിറക്കി പണിതിരിക്കുന്ന ആ കാരാഗ്രഹം, ഇത്തരം കൊടും കുറ്റവാളികളെ കൊല്ലുവാൻ അതിനു മുൻപ് വിസ്താരത്തിന് ശേഷം ഇടുന്ന ജയിലറയാണിത്. നിങ്ങൾക്കറിയാമോ, ഏറ്റവും നീചനായിരുന്നു അക്കാലത്ത് ഭരിച്ചിരുന്ന നീറോ. അദ്ദേഹത്തിന്റെ ഭീകരത പറഞ്ഞാൽ സ്വന്തം ഭാര്യയെ കൈകൊണ്ട് കൊന്ന, സ്വന്തം അമ്മയെ കഴുത്ത് ഞെരിച്ചു കൊന്ന കൊടും ക്രൂരനായിരുന്നു അദ്ദേഹം. അദ്ദേഹം ആ പട്ടണം നയന മനോഹരമായി പണിയുക എന്ന ആഗ്രഹത്തോടുകൂടെ അവിടുത്തെ ചാലകൾക്ക് തീ കൊടുത്തു. അതോടുകൂടെ 10,000-കണക്കിന് സ്ത്രീ പുരുഷന്മാർ റോമിൽ വെന്തെരിഞ്ഞു മരിച്ചു. ജനക്കൂട്ടം ഇളകി. ജനം മുഴുവൻ കൊട്ടാരത്തിന് നേരെ പ്രതിഷേധവുമായി ഇരമ്പി അടുക്കുമ്പോൾ നീറോ പറഞ്ഞു, ഭൂമിയെ തീ കൊണ്ട് നശിപ്പിക്കും എന്ന് പ്രസംഗിക്കുന്ന ഒരുപറ്റം ആളുകൾ ഇവിടെയുണ്ട്. അവരാണ് ഇതിന് കാരണക്കാർ. ഒടുവിൽ മുഴുവൻ ആളുകളും ക്രൈസ്തവർക്ക് നേരെ തിരിഞ്ഞു. അടകല്ലിലേക്ക് തല കയറ്റി വെച്ച് കൂടം കൊണ്ട് തല തല്ലിപ്പൊട്ടിക്കുക, വായിലൂടെ വെള്ളം അടിച്ചു കയറ്റി ഉദരം വീർപ്പിച്ച് മലർത്തി കിടത്തി കുതിരയെ കൊണ്ട് വയറ് ചവിട്ടി പൊട്ടിക്കുക, ശരീരഭാഗങ്ങൾ വെട്ടി നുറുക്കുക, ഉദരം പിളർന്ന് കുടൽമാല പുറത്തേക്ക് വലിച്ചെടുത്ത് വൃക്ഷക്കൊമ്പിൽ കെട്ടി വലിക്കുക. ഇങ്ങനെ വിശുദ്ധന്മാരെ കൊല്ലുന്ന കാലഘട്ടം. അന്ന് ഈ ഭീകര വിപ്ലവത്തിന് നേതൃത്വം കൊടുത്തവർ എന്ന പേരിൽ പത്രോസിനെ അറസ്റ്റ് ചെയ്ത് വിസ്തരിച്ച് തലകീഴായി കൊന്നു, ക്രൂശിച്ചു കൊന്നു. ഒടുവിൽ പൗലോസിനെ വിസ്തരിച്ചു. വിധി ഓസ്തിയൻ രാജവീഥിയിൽ പരസ്യമായി തലവെട്ടി കൊല്ലുക. നിങ്ങൾ ഇത് എഴുതിയത് കർത്തൃദാസന്റെ അന്തിമ ദിനം ഓർക്കണം. ഒരു ഗുഹയ്ക്കകത്ത് ഈ കർത്തൃദാസൻ കിടക്കുന്നു. ചരിത്രം പറയുന്നത് ഒരു കൽപ്പാളി കൊണ്ട് മുകൾ ഭാഗം അടച്ചിരിക്കുന്നു. ആ കൽപ്പാളിക്കിടയിലൂടെ അപ്പം ഇട്ടുകൊടുക്കുന്ന കൈകടക്കാവുന്ന ഒരു ദ്വാരമുണ്ട്. ഭിത്തിയിൽ നിന്ന് തള്ളി നിൽക്കുന്ന ഒരു കൊച്ചു കൽത്തുണ്ടുണ്ട്. അതിലോട്ട് കയറിയിരുന്നാൽ മുകളിൽ കൂടെ ഇറങ്ങി വരുന്ന ദ്വാരത്തിലൂടെ നീട്ടുന്ന കയ്യിൽ നിന്ന് അപ്പം വാങ്ങിക്കാം. ഈ കൽത്തുണ്ടിന്റെ ദ്വാരത്തിനിടയിലൂടെ അരിച്ചിറങ്ങുന്ന പ്രകാശധാരയ്ക്ക് അഭിമുഖമായി ഭിത്തിയിൽ നിന്ന് തള്ളി നിൽക്കുന്ന കൽത്തുണ്ടിൽ കയറിയിരുന്ന് തുകൾ ചുരുൾ നിരത്തി വെച്ചാൽ തനിക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങൾ കുടുംബാംഗങ്ങളെ അറിയിക്കാം. കർപ്പോസിന്റെ വീട്ടിൽ പുതപ്പും പുസ്തകങ്ങളും ചർമ്മലിഖിതങ്ങളുമായി പ്രാർത്ഥനയിലായിരുന്ന സമയം ഒരു മുന്നറിയിപ്പ് കൂടാതെ റോമൻ പോലീസ് അറസ്റ്റ് ചെയ്ത് വിസ്തരിച്ച് മരണ ദിവസം നിശ്ചയിച്ച് ഗുഹയ്ക്കകത്തിട്ടിരിക്കുകയാണ്. കൊല്ലുന്ന വെട്ടുമ്പോൾ ഒഴുകുന്ന ചോര യാഗപീഠത്തിന്റെ ചുവട്ടിൽ പാനീയ ബലിയുടെ രക്തം വീഴും പോലെ എന്റെ കഴുത്തിലെ ചോര വീഴാൻ തുടങ്ങുന്നു എന്ന് ഇദ്ദേഹത്തിന് മരണവിധം ബോധ്യമായി. ഈ കർത്തൃദാസൻ കിടക്കുന്ന കിടപ്പിൽ മരണത്തെ മുൻപിൽ കണ്ടുകൊണ്ട് ഈ ഭിത്തിയിൽ തള്ളി നിൽക്കുന്ന കല്ലിലോട്ടൊന്ന് കയറിയിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നിട്ട് തുകൽ ചുരുൾ നിവർത്തി ആ ദ്വാരത്തിലൂടെ ഇറങ്ങി വരുന്ന പ്രകാശധാരയ്ക്ക് അഭിമുഖമായി വെച്ചിട്ട് ഒരു പരാജിതന്റെ തല താഴ്ത്തിയ ഭാവത്തിലല്ല, ഒരു ജയാളിയുടെ തല ഉയർത്തിയ ഭാവത്തിൽ എഴുതി, ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനിയും നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. എനിക്ക് മാത്രമല്ല, അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ. നിങ്ങൾക്കറിയാമോ, തിമോത്തിയോസിനോട് പറഞ്ഞ, തിമോത്തിയോസേ,
ശീതകാലത്തിനു മുൻപേ വരുവാൻ ഉത്സാഹിക്ക. നീ പോരുമ്പോൾ പുതപ്പും പുസ്തകങ്ങളും വിശേഷാൽ ചർമ്മലിഖിതങ്ങളും കൂടെ കൊണ്ടുപോരുക. 30-ലധികം രാജ്യങ്ങളിലും 39-ലധികം ദ്വീപുകളിലും അടിച്ചുയർന്നൊരു കൊടുങ്കാറ്റ് പോലെ സുവിശേഷത്തിന്റെ പ്രഭ ഉയർത്തിയ കർത്തൃദാസ, നിനക്കവിടെ പുതയ്ക്കാനൊരു പുതപ്പില്ലേ? ഇന്ന് രാത്രി എന്നെ മുന്നിലിരിക്കുന്നവർ ശ്രദ്ധിക്കണം. ഇദ്ദേഹത്തിന്റെ പിതൃസ്വത്തിനെ കുറിച്ച് ചരിത്ര ഗവേഷകർ പറയുന്നത് ഏതാണ്ട് $65 കോടി സ്വത്തിന്റെ ഉടമയാണ് ഇദ്ദേഹം. 3 കപ്പലിന്റെ ഉടമയായിരുന്നു അപ്പൻ. അത്ര ധനാഢ്യനും കുബേരനുമായ കുടുംബത്തിൽ ജീവിച്ച കർത്തൃദാസൻ കൊട്ടാരത്തിൽ തുടങ്ങി ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നെന്നറിയാമോ? പറയാം, പുതയ്ക്കാൻ ഒരു പുതപ്പില്ല. ശീതകാലത്തിന്റെ കാഠിന്യത്തിന് മുൻപിൽ എന്റെ തണുപ്പ് മാറാൻ എനിക്കൊരു പുതപ്പ് വേണം എന്ന് നിജപുത്രനോട് വിളിച്ചു പറയത്തക്ക വിധം പുതയ്ക്കാൻ ഒരു പുതപ്പില്ലാത്ത അന്ത്യസമയം. എന്റെ മുൻപിലിരിക്കുന്ന ദൈവമക്കളോട് ഞാൻ ചോദിക്കുന്നു, കുടിലിൽ തുടങ്ങി ഇതെടുത്തിറങ്ങിയതിനു ശേഷം കൊട്ടാരം തീർക്കുന്ന ഇന്നത്തെ ആത്മീയരുടെ നടുവിൽ, കൊട്ടാരത്തിൽ തുടങ്ങിയിട്ട് മരണം അടുത്തപ്പോൾ സ്വയം ഒരു പുതപ്പ് പോലുമില്ലാത്ത കർത്തൃദാസന്റെ ദർശനം എത്ര ദൈവമക്കളുടെ അകം കത്തുന്നുണ്ട്. ഇവിടെ ഒന്നും നേടിയില്ലെങ്കിലും നിത്യതയാണ് എന്റെ ലക്ഷ്യം എന്ന അകത്ത് ബോധ്യമുള്ള ദൈവമക്കൾക്ക് ഇന്ന് രാത്രി വായടച്ചിരിക്കാൻ കഴിയില്ല. നിങ്ങളുടെ അകത്ത് തിളയ്ക്കട്ടെ, നിത്യതയാണ് എന്റെ ലക്ഷ്യം. ഗ്ലോറി, ഗ്ലോറി, ഗ്ലോറി. ആ ചരിത്രം നിങ്ങളൊന്ന് അറിയണം പ്രിയപ്പെട്ടവരെ. ഈ കത്ത് കയ്യിൽ കിട്ടിയ ഉടനെ തിമത്തിയോസ് പുതപ്പും പുസ്തകങ്ങളും ചർമ്മലിഖിതങ്ങളും തോളിൽ വെച്ച് ഭാണ്ഡക്കെട്ടായി കെട്ടി റോമിലേക്ക് നടന്നു. റോമിൽ അവിടെ തിരക്കി പൗലോസ് എന്നൊരു മനുഷ്യൻ, വൃദ്ധനായൊരു മനുഷ്യൻ, ഒടുവിൽ ഒരു സഹതടവുകാരനെ കണ്ടു. അപ്പോൾ സഹതടവുകാരൻ ചോദിച്ചു, നിന്റെ പേരാണോ തിമത്തിയോസ്? അതെ, എന്റെ പേരാ തിമത്തിയോസ്. നിന്റെ പിതാവായിരുന്നോ പൗലോസ്? അതെ, എന്റെ പിതാവായിരുന്നു പൗലോസ്. നിന്നെ ഓർത്ത് അദ്ദേഹം എപ്പോഴും കരഞ്ഞു പ്രാർത്ഥിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. നിന്റെ പേര് പറഞ്ഞിട്ട് ഇങ്ങനെ പറയാറുണ്ടായിരുന്നു, എന്റെ മകൻ തിമത്തിയോസ് വരും, അവൻ വരാതിരിക്കില്ല. എന്റെ മകൻ തിമത്തിയോസ് വരും, അവൻ വരാതിരിക്കില്ല. എന്നാൽ ശ്രദ്ധിച്ചു കേൾക്കൂ. AD 68 ജൂൺ മാസം 29-ാം തീയതി രാവിലെ, ഇന്നലെ രാവിലെ നിന്റെ പിതാവിനെ റോമൻ ഗവൺമെന്റ് ശിരച്ഛേദം ചെയ്തു. ഈ വാർത്ത അറിഞ്ഞപ്പോഴേക്കും തിമത്തിയോസിന്റെ കയ്യിൽ നിന്ന് കെട്ട് തെറിച്ചു. അദ്ദേഹം മുട്ടുകുത്തി നിന്നുകൊണ്ട് 2 കൈകളും ഉയർത്തിപ്പിടിച്ച് ഇങ്ങനെ വിളിച്ചു കരഞ്ഞു, എന്റെ പിതാവേ പൗലോസേ, എന്റെ പിതാവേ പൗലോസേ. ആ വ്രണപ്പെട്ട ഹൃദയത്തെ ആശ്വസിപ്പിക്കാൻ ആർക്കാണ് ശക്തിയുള്ളത്? ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, എന്ത് നേടി? ഒരായുസ് കൊണ്ട് എന്ത് നേടി? സ്തോത്രം, ഒരു പുതപ്പ് പോലും സ്വന്തമില്ലാതെ മരണത്തെ കൈവാങ്ങി സ്വീകരിക്കുമ്പോൾ ആ കർത്തൃദാസൻ പരാജയപ്പെടുകയായിരുന്നില്ല, നിത്യതയ്ക്കായി സ്ഥലം മാറുകയായിരുന്നു. ഈ ഭൂമിയിൽ 1 ഇഞ്ച് എനിക്ക് സമ്പാദിക്കാൻ ഇടയായില്ലെങ്കിലും, തലമുറയ്ക്ക് വേണ്ടി കോടികളുടെ സ്വത്ത് ആസ്തി ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിലും, ഞാൻ പിടിച്ച പ്രമാണത്തിന് വേണ്ടി നിന്ന് എന്റെ ഊർദ്ധശ്വാസം അവസാനിക്കും വരെ യുദ്ധം ചെയ്യുമെന്ന് പറയാൻ അകത്ത് തിളപ്പുള്ള അഭിഷിക്തന്മാരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മണ്ണല്ല നിന്റെ ലക്ഷ്യം, വിണ്ണാണ് നിന്റെ ലക്ഷ്യം. സ്തോത്രം പറയാൻ കഴിയുമോ? സ്തോത്രം പറയാൻ എത്ര ദൈവമക്കളുടെ അധരം ചലിക്കുന്നുണ്ട്. ഇന്ന് രാത്രി ഇവിടെ ഇരുന്ന് ദൈവത്തെ ആരാധിക്കുന്ന ദൈവദാസ, കൃപ പ്രാപിച്ച ദൈവപൈതലേ, അകത്തിയ ദർശനം കൊണ്ട് ഈ രാത്രി പറ, എന്റെ ജീവിതത്തിലെ ഈ ശോധനയുടെ പുറകിലും എന്റെ ദൈവത്തിന്റെ കരം ചലിക്കുന്നത് ഞാൻ കാണുന്നു. നിങ്ങൾക്കറിയാമോ ഈ കർത്തൃദാസന്റെ മരണസമയം എങ്ങനെയായിരുന്നുവെന്ന്? ആ ഗുഹയ്ക്കകത്ത് നിന്ന് രാവിലെ സമയം ഒരു ശതാധിപ സംഘത്തിന്റെ നേതൃത്വത്തിൽ ഇദ്ദേഹത്തെ കരയിലോട്ട് കയറ്റി. ഒരു ചന്തസ്ഥലത്തിന് നടുവിലൂടെയാണ് കുലനിലത്തേക്ക് കൊണ്ടുപോകുന്നത്. ഈ കൊണ്ടുപോകുന്ന യാത്രയിൽ ചന്തസ്ഥലം ചന്ത ദിവസം തന്നെയായിരുന്നു. ഒരു പിരമിഡിന്റെ ചുവട്ടിലെ ചന്തസ്ഥലമായിരുന്നു പറയപ്പെടുന്നു. ഒരു പറ്റം പടയാളികൾ ഇടത്തും വലത്തും നിരന്നു. ഈ കർത്തൃദാസന്റെ കൈ ചങ്ങലക്കിട്ടു. ചന്തസ്ഥലത്ത് എത്തിയപ്പോൾ ചന്തസ്ഥലത്ത് കേൾവിക്കാർ, കാഴ്ചക്കാർ മുഴുവൻ പുറകിൽ കൂടി.
2.5-3 മൈൽ അപ്പുറത്തുള്ള ഓസ്റ്റിയൻ വീഥിയിലേക്ക് നടക്കുകയാണ്. ആ കുണ്ടറയുടെ സ്ഥലം മുതൽ ആ മരണത്തിന്റെ കുലനിലം വരെ ഉള്ള യാത്ര നിങ്ങളൊന്ന് ഭാവനയിൽ കാണുക. 2 വശത്തും നിൽക്കുന്ന പടയാളികളോട് ചേർന്ന് കൈ ചങ്ങലക്കിട്ടിരിക്കുന്നു. ഓരോ ചുവടുകൾ വയ്ക്കുന്ന സമയവും തല കുനിച്ചുകൊണ്ടായിരിക്കില്ല, തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു ജയാളിയായ പടയാളിയെ പോലെ. സ്തോത്രം, സ്തോത്രം. എന്താ കാര്യം? ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് തേജസ്സിന്റെ പ്രഭയിൽ കണ്ട എനിക്ക് മുഖാമുഖമായി കാണാൻ സമയം അടുത്തു വരുന്നല്ലോ എന്ന പ്രതീക്ഷ അകത്ത് തളയ്ക്കുകയാണ്. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ള എവിടെ എന്ന് വിളിച്ചു പറഞ്ഞ കർത്തൃദാസൻ മരണത്തിനപ്പുറത്ത് കാണാനുള്ള കൊതി വർദ്ധിക്കുകയാണ്. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ഇരിപ്പാൻ കാംക്ഷയുണ്ട്, അത് അത്യുത്തമമല്ലോ എന്ന് വിളിച്ചു പറഞ്ഞ കർത്തൃദാസൻ ചേരാൻ ഉള്ളം കൊതിക്കുകയാണ്. ഇന്ന് രാത്രി പറയട്ടെ, അപ്പോഴേക്കും യാത്ര വധസ്ഥലത്ത് എത്തിക്കഴിഞ്ഞു. മുട്ടുകുത്തി നിൽക്കാൻ ആരാച്ചാർ പറഞ്ഞു. മുട്ടുകുത്തി നിന്നു. ആ കഴുത്ത്, ആ കൽത്തുറതെ പീഠത്തിന് മുകളിലോട്ട് ചായ്ച്ചു. ആരാച്ചാറിന്റെ മിന്നിത്തിളങ്ങുന്ന പടവാൾ ഈ കർത്തൃദാസന്റെ കഴുത്തിലൂടെ ഒന്ന് കയറി ഇറങ്ങി. ഓ, ആ കബന്ധം, ആ ജഡം പുറകോട്ട് തെറിച്ചു മാറി. ആ തല 3 തെറിച്ചുരുണ്ടു. ആ അഭിഷിക്തൻ വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെയായി. ഇന്ന് രാത്രി ഇവിടെ ഇരുന്ന് ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കളോട് ഞാൻ ചോദിക്കട്ടെ, ആധുനിക ആത്മീയതയും അപ്പസ്തോലിക ദർശനവും തമ്മിൽ എന്തു ബന്ധം? സ്തോത്രം പറയാൻ എത്ര പേർക്ക് കഴിയും? ആധുനിക ആത്മീയതയും അപ്പസ്തോലിക ദർശനവും തമ്മിൽ എന്തു ബന്ധം? ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, ഉടുതുണിക്ക് മറുതുണിയില്ലെങ്കിലും, 1 ഇഞ്ച് വാരിക്കൂട്ടാൻ ഭാഗ്യം കിട്ടിയില്ലെങ്കിലും എന്റെ നിത്യതയാണ് എനിക്ക് വലുത് എന്ന അകത്ത് ദർശനം പ്രാപിച്ച ദൈവമക്കൾ ഇരിക്കുന്ന ഇരിപ്പിലിരുന്ന് ആത്മാവിൽ വിളിച്ചു പറ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായെങ്കിൽ ഇതിന്റെ പുറകിൽ എന്റെ ദൈവം നന്മ കരുതിയിട്ടുണ്ട്. ഗ്ലോറി, 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 ഗ്ലോറി. ആർക്കുമില്ലാത്ത ശോധന സഹിക്കുന്ന ഒരു ദൈവ പൈതൽ ഇന്ന് രാത്രി ഇവിടെയുണ്ടോ? ഇതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാൻ നിനക്ക് കഴിയത്തില്ലെങ്കിലും ഇതിനെ പുറകിൽ കരം ചലിക്കുന്നു എന്നിന്ന് രാത്രി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ഇസഹാക്കിന്റെ അന്ധതയുടെ പുറകിൽ ചലിച്ചിരുന്നോ? ഞാൻ ഇന്ന് രാത്രി ഉറപ്പിച്ച് ചോദിക്കട്ടെ, എസ്തേറിന്റെ അനാഥത്വത്തിന്റെ പുറകിൽ ഒരു കരം ചലിച്ചിരുന്നോ? ഓർത്തുകൊള്ളുക, നിനക്കിന്ന് രാത്രി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ശോധനയുടെ അർത്ഥം മനസ്സിലാക്കാൻ കഴിയുന്നില്ല. നിത്യതയുടെ തീരത്തെത്തി കഴിയുമ്പോൾ നിനക്ക് മനസ്സിലാകും ഈ ശോധനയുടെ പുറകിൽ ഒരു കരം ചലിച്ചിരുന്നു. അവിടെ എത്താനിടയായത് ഈ ശോധനയായിരുന്നെന്ന്. ഒരിക്കൽ സാധു കൊച്ചുകുഞ്ഞുപദേശി അദ്ദേഹത്തിന്റെ അല്പസമൃദ്ധിയുടെ സമയം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവേ, നീ കൊച്ചുകുഞ്ഞിനെ മറന്നോ? ഉടനെ അടുക്കളയിൽ ഒരു നിലവിളി കേട്ടു. ഓടിച്ചെന്നപ്പോൾ ഭാര്യയുടെ കയ്യിൽ കഞ്ഞി തൂവി പൊള്ളി. ആ സമയം ഈ കർത്തൃദാസൻ അടുത്തിയെന്ന് ശുശ്രൂഷിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടാ ശുശ്രൂഷിക്കുന്നെന്നാ പറയുന്നത് കേട്ടത്. കർത്താവേ, ഇപ്പോഴും നീ കൊച്ചുകുഞ്ഞിനെ ഓർക്കുന്നു എന്നുള്ളതിൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. നിന്റെ ശോധനയുടെ പുറകിൽ എന്റെ ദൈവത്തിന്റെ കരം ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇസഹാക്കേ, നിന്റെ അനാഥത്വത്തെ, അതേ അന്ധതയുടെ പുറകിൽ നിനക്കറിയാൻ കഴിയാത്തൊരു കരമുണ്ട്. സ്തോത്രം. എന്തുകൊണ്ടാണ് എൻ്റെ അപ്പന്റെ പകുതി പ്രായമെത്തും മുൻപ് എൻ്റെ കണ്ണുകൾ അന്ധമായത്? എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളെ തപ്പി നോക്കാനല്ലാതെ, അവരുടെ ശബ്ദം കൊണ്ട് തിരിച്ചറിയാനല്ലാതെ എനിക്ക് പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഒറ്റയ്ക്കിരുന്ന് ഇസഹാക്ക് കരയുകയായിരിക്കും. പക്ഷെ ഇസഹാക്കേ, മൂത്തവൻ ഇളയവനെ സേവിക്കുമെന്ന് അമ്മയുടെ ഉദരത്തിൽ ഉരുവാകും മുൻപ് ദൈവത്തിന് പദ്ധതിയുണ്ട്. നിന്റെ സ്നേഹം ഏശാവിനോടാണ്, ദൈവത്തിന്റെ നിർണയം യാക്കോബിലേക്കാണ്. നിന്റെ വീട്ടിലെ അനുഗ്രഹം നിന്റെ മകൻ യാക്കോബിലേക്ക് ഏശാവിൽ നിന്ന് വഴി മാറി ഒഴുകണമെങ്കിൽ നിന്റെ കണ്ണുകൾ അന്ധമാകുക എന്നുള്ള ദൈവത്തിന്റെ നിത്യതയുടെ പദ്ധതിയാണ്. ഇന്ന് രാത്രി ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുന്ന കൃപ ലഭിച്ച ദൈവദാസന്മാരോട്, ആത്മനിറവ് പ്രാപിച്ച ദൈവമക്കളോട് പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. സഹിക്കാൻ കഴിയാത്ത ചില ശോധനകളാണ് നിന്റെ ജീവിതത്തിൽ അനുഭവിക്കുന്നതെങ്കിലും ഇതിന്റെ പുറകിലെ അർത്ഥം ഇന്ന് നിനക്ക് മനസ്സിലാകില്ലതെത്തുമ്പോൾ നിനക്ക് മനസ്സിലാകും ഒരു കരം ഇതിന്റെ പുറകിൽ ഉണ്ടായിരുന്നുവെന്ന്. ഞാൻ ചോദിക്കട്ടെ, എല്ലാ കുഞ്ഞുങ്ങളും മാതാപിതാക്കളോടൊപ്പം തുള്ളിച്ചാടി യാത്ര ചെയ്യുമ്പോൾ
അനാഥത്വം സഹിച്ചുകൊണ്ട് നിലവിളിക്കുന്ന ഒരു എസ്തേറിനെ ശ്രദ്ധിക്കുക. അതും ആൺകുട്ടികളാണെങ്കിൽ കുറെ കൂടെ പോട്ടെന്ന് വയ്ക്കാം. ഒരു പെൺകുട്ടി, അവളുടെ അനാഥത്വത്തിന് നടുവിൽ അവൾ തകർന്ന് കരഞ്ഞു കാണും, ദൈവമേ ഈ അനാഥത്വത്തിന്റെ കാരണം എന്ത്? അപ്പോൾ ഒരു വസ്തുത ഓർക്കുക, നിന്റെ വീട്ടിൽ അനാഥത്വം ഉണ്ടായെങ്കിലേ നീ മൊർദെഖായിയുടെ പരിചരണയിലെത്തൂ. അവിടെ നീ എത്തിയെങ്കിലേ നീ അഹശ്വേരോശിന്റെ ഭാര്യയാകൂ. അവിടെ ഭാര്യയായെങ്കിലേ ഈ ഹാമാന്റെ കഴുത്തിൽ കുലമരം കയറൂ. ഇന്ന് രാത്രി ദൈവത്തെ സേവിക്കുന്ന ദൈവദാസ, കൃപയിൽ നിൽക്കുന്ന ദൈവപൈതലേ, നിന്റെ ശോധനയുടെ അർത്ഥം നിനക്ക് ഇന്ന് പിടികിട്ടില്ല. നിത്യതയുടെ തീരത്തെത്തുമ്പോൾ നീ പറയും, അന്ന് അവിടെ ശോധന ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഇന്ന് ഞാൻ ഇവിടെ എത്തിയത്. അതുകൊണ്ട് ഇവിടെ ഇരുന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്ത് ദൈവമക്കൾ ഇതിന്റെ പുറകിലെ കരം കണ്ട് സ്തോത്രം ചെയ്യണം. ഗ്ലോറി 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 ഗ്ലോറി. ഇന്ന് രാത്രി നീ വെറുതെ ഇവിടെ വന്നതല്ല, ദൈവം നിന്നെ ഇവിടെ കൊണ്ടുവന്നതാണ്. നിന്റെ ശോധന പോരാട്ടമാണെന്ന്, നിന്റെ ശോധന ശാപമാണെന്ന്, നിന്റെ ശോധന കുടുംബ ശാപമാണെന്ന്, നിന്റെ ശോധന തലമുറകളുടെ ബന്ധനമാണെന്ന് ആത്മീയ ലോകം പറഞ്ഞു പഠിപ്പിക്കുമ്പോൾ വചനം വിശ്വസിക്കുന്ന നീ ദൈവവചനം മാറോട് അടുക്കി പിടിച്ചുകൊണ്ട് ഇരിക്കുന്ന ഇരിപ്പിൽ സ്തോത്രത്തോടെ പറയണം, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവപൈതലാണോ? എന്റെ ശോധനയുടെ പുറകിൽ ഒരു കരം ചലിക്കുന്നത് ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ കാണുന്നു. നിത്യത കൈവിട്ടു പോകാതിരിക്കാൻ എന്റെ നാഥനെ ഒരുക്കുകയാണ്. ഞാൻ രാത്രി ചോദിക്കട്ടെ, ഒരു കുടുംബം പിന്മാറ്റത്തിൽ മോവാബിലേക്ക് ഇറങ്ങിപ്പോയത് തെറ്റായിരിക്കാം. ആ കുടുംബത്തിന്റെ പിന്മാറ്റത്തിന്റെ തിരിച്ചടിയാകാം മംഗ്ലോനും കില്യോനും എലിമലേക്കും 3 ശവങ്ങൾ പുറത്തോട്ട് പോയത്. ഒരു വീട്ടിൽ നിന്ന് 3 ശവങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി പുറത്തു പോകുമ്പോൾ ഇതിന്റെ പുറകിലെ കാരണം എന്താണെന്ന് ദൈവത്തിന് സ്തോത്രം ആ കുടുംബം ഓർത്ത് നിലവിളിച്ച് കാണും. ഈ രാത്രി ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവന്റെ ഉള്ളിൽ പ്രേരണ നൽകുന്ന ഒരാലോചനയെ വിളിച്ചു പറയട്ടെ. ലോകവും മറ്റുള്ളവരും നീ തീർന്നു എന്ന് അടിക്കുറിപ്പെഴുതിയാലും എത്ര വലിയ തകർച്ചയ്ക്കകത്തുകൂടെയും നിന്റെ കുടുംബത്തെ പണിയാൻ ഒരു കരം ചലിക്കുന്നുള്ളത് നീ വെളിപ്പെട്ട് കാണാൻ തുടങ്ങുകയാണ്. ഓർത്തുകൊള്ളുക, അതിന്റെ പുറകിൽ ഒരു കരം ഉയർന്നുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ ചോദിക്കട്ടെ, യേശു ഈ ഭൂമിയിൽ ജനിച്ചു വീണത് അവിചാരിതമായിട്ടല്ല, ദൈവത്തിന്റെ നിർണയത്തിന്റെ ഭാഗമായിട്ടാണ്. യേശുവിന് 5 വല്യമ്മച്ചിമാർ വേണമെന്നും അതിൽ ഒരു വല്യമ്മച്ചി ശാപഗ്രസ്ത കുലത്തിലെ മതിൽക്കെട്ടുകൾക്കകത്ത് ലോത്തിന്റെ തലമുറയിൽപ്പെട്ട ഒരു മോവാബ്യ പെൺകുട്ടിയായിരിക്കണമെന്നും ദൈവത്തിന് സ്തോത്രം അവൾ രൂത്തായിരിക്കണമെന്നും ആ രൂത്ത് ഈ കുടുംബത്തിൽ വന്നു കയറണമെന്നും ആ പരമ്പരയിൽ നിന്റെ യേശു ജനിക്കണമെന്നും നിത്യത തീരുമാനിച്ചതിന് ശേഷമാണ് ഈ ഭൂമിയിൽ യേശു ജനിക്കാനിടയായതെങ്കിൽ ആ പെൺകുട്ടിയെ ഈ വാഗ്ദത്ത നാട്ടിലെത്തിക്കാൻ ഇവരുടെ ഇറങ്ങിപ്പോക്കിനെ ഉപയോഗിച്ച ദൈവമാണ് ഇന്ന് രാത്രി ഞാൻ സ്തോത്രം പറഞ്ഞ് ആരാധിക്കുന്ന ദൈവമെങ്കിൽ നിന്റെ വലിയ തകർച്ചയ്ക്കകത്ത് ഇന്ന് രാത്രി ഒരു കരം ചലിക്കുന്നുണ്ട്. അത് സാധാരണ കരമല്ല, ഇതിന്റെ പുറകിൽ നിർണയത്തിനായി വ്യാപരിക്കുന്ന കരം. ഗ്ലോറി ഹല്ലേലൂയ. എത്ര പ്രിയപ്പെട്ടവർക്ക് ഇന്ന് രാത്രി ഇരിക്കുന്ന ഇപ്പോൾ സ്തോത്രം പറയാനായിട്ട് കഴിയും? എത്ര പ്രിയപ്പെട്ടവരുടെ അധരം ഈ രാത്രി ഇവിടെ ചലിക്കും? ഇതൊരു സാധാരണ യോഗമല്ല, ഇതിന് പുറകിൽ ദൈവത്തിന്റെ കരം ഉയരുകയാണ്. കൃപ ലഭിച്ച ദൈവദാസ, നീ വെറുതെ ഇവിടെ വന്നവനല്ല. ആത്മനിറവ് പ്രാപിച്ച സഹോദരി, നീ വെറുതെ ഇവിടെ എത്തിയതല്ല. നീ ഇന്ന് രാത്രി ഇരിക്കുന്ന ഇരിപ്പിൽ പറയണം, എന്റെ ദൈവത്തിന്റെ കരം എന്റെ ജീവിതത്തിന്റെ പുറകിൽ ചലിക്കുന്നുണ്ട്. ഇത് സാധാരണ കരമല്ല, മഹാദൈവത്തിന്റെ തേജസ്സിന്റെ കരമാണ്. ഓർത്തുകൊള്ളുക, ഇത് നിന്റെ തകർച്ചയ്ക്ക് വേണ്ടിയല്ല, ഇത് നിന്നെ പണിയാനുള്ളതാണ്. ശ്രദ്ധിക്കുക, ദൈവത്തിന്റെ ഹിതം നിന്റെ മേൽ അടിച്ചേൽപ്പിക്കപ്പെടുകയല്ല. നീ ചെയ്യുന്ന തെറ്റുകളുടെ പരിണിത ഫലം കൊയ്യാനിടയായി വരുന്നത് ദൈവത്തിന്റെ ഹിതത്തിന്റെ ഭാഗമല്ല, വേദനയോടുകൂടെയുള്ള ദൈവശിക്ഷയുടെ ഭാഗമാകാം. ശ്രദ്ധിക്കണേ, സ്തോത്രം. ദൈവത്തിന്റെ ഹിതം വ്യക്തികളുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെടുകയല്ല. ദൈവത്തിന്റെ ഹിതം സ്വാതന്ത്ര്യത്തോടെ ഏറ്റെടുക്കാൻ ദൈവം അവസരം നൽകുകയാണ്. നിത്യതയാണ് എനിക്ക് വലുത് എന്ന ലക്ഷ്യത്തോടുകൂടെ ദൈവഹിതത്തിനായി സമർപ്പിക്കാൻ ദൈവാത്മാവ് നിന്നെ ക്ഷണിക്കുമ്പോൾ പാപത്തിന്റെ ഇച്ഛകൾക്ക് നിന്റെ ജഡത്തെ അനുവദിച്ചു കൊടുത്താൽ അതിന്റെ പരിണിത ഫലം നിന്റെ ജഡത്തിൽ കൊയ്യേണ്ടി വരും. നിങ്ങൾ നോക്കുക, രാജാക്കന്മാർ യുദ്ധത്തിന് പോകുന്ന സമയം ഒരുത്തൻ പള്ളിമേടയിൽ ഉലാവുകയാണ്. അവന്റെ കണ്ണ് അരുതാത്ത ഇടത്തേക്ക് പോയതിന്റെ പുറകെ ആള് പോയി, ആള് പോയതിന്റെ പുറകെ ആള് വന്നു.
കൊട്ടാരത്തിനകത്തൊരു കുട്ടിക്കല്യാണം നടന്നു. ഇപ്പോൾ നാട്ടിൽ ഒരു കൊച്ചു പാട്ട് ഇറങ്ങി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. തിരുമുമ്പിൽ സേവക്കാരായ കവികളുടെ ഇടയിൽ ഒരു പാട്ട്. ഞങ്ങളുടെ രാജാവിനെ പോലെ വിശാല ഹൃദയമുള്ള രാജാക്കന്മാരെ എവിടെ കിട്ടും? ഞങ്ങളുടെ ഒരു കാലാൾ പടയാളി അടുത്ത ദിവസം യുദ്ധത്തിൽ കൊല്ലപ്പെട്ടത് മാത്രമല്ല, ആ കാലാൾ പടയാളിയുടെ വിധവയുടെ ദുഃഖം മാറ്റാൻ അദ്ദേഹത്തെ സ്വന്തം ഭാര്യയാക്കിക്കൊണ്ട് ഞങ്ങളുടെ രാജാവ് വിശാല ഹൃദയം കാണിച്ചു എന്നായിരിക്കും നാട്ടുകാരുടെ പറച്ചിൽ. അങ്ങനൊന്നുമല്ല കാര്യം നടന്നേക്കുന്നത് കേട്ടോ. മറ്റുള്ളവരുടെ ഇടയിൽ നിന്റെ വിശുദ്ധ ജീവിതത്തിന് എന്ത് പരിവേഷം നൽകിയാലും നിന്റെ രഹസ്യത്തെ നന്നായി അറിയുന്ന ഒരുവന്റെ കരം ഇന്ന് രാത്രി ഇതിന്റെ പുറകിലുണ്ട്. അതിന്റെ പുറകിൽ ഉയരുന്ന ശോധനയ്ക്ക് ദൈവം ഉത്തരവാദിയല്ല. ദൈവത്തിന് സ്തോത്രം. എന്താ കാര്യം? ഒരു കുട്ടി ജനിക്കാറായ പ്രായമെടുത്തപ്പോൾ പ്രവാചകൻ വീട്ടിലേക്കെത്തി. പ്രവാചകൻ ഒരു വിശദീകരണത്തോടെയാണ് വന്നത്. നിന്റെ നാട്ടിൽ ഒരു അധർമ്മം നടന്നിരിക്കുന്നു. ഒരു മനുഷ്യൻ ധനാഠ്യൻ, നിരവധി ആട്, സാധുവായൊരു മനുഷ്യൻ, ദൈവത്തിന് സ്തോത്രം, ആറ്റുനോറ്റ് വളർത്തിയ ഒരാട്. ധനാഠ്യനായ മനുഷ്യൻ വീട്ടിൽ അതിഥികൾ വന്നപ്പോൾ സാധുവിന്റെ ആടിനെ പിടിച്ച് കശാപ്പ് ചെയ്ത് അതിഥികൾക്ക് വിളമ്പി. ഈ നീചകൃത്യം നിന്റെ നാട്ടിൽ നടന്നിരിക്കുന്നു. അപ്പോഴേക്കും വാൾപ്പിടിയിൽ കയ്യങ്ങ് മുറുകിയെന്ന് ഞാൻ ഓർക്കുന്നു. എന്നിട്ട് അലറി പറയുകയാണ്, ആ മനുഷ്യൻ മരിക്കണം, അവന് 4 ഇരട്ടി പകരം കൊടുക്കണം. ഒട്ടും കോമയിടാതെ നാഥാൻ നഖത്ത് ചൂണ്ടി ചങ്കിൽ ചാട്ടുളി പോലെ കേറുന്ന വാക്കിൽ പറഞ്ഞു, ആ മനുഷ്യൻ നീ തന്നെ. ദൈവത്തിന് സ്തോത്രം. അലറിക്കരയുന്നു. നാഥാന്റെ വാക്കുകൾ ശ്രദ്ധിക്കണം. നീ ഇത് രഹസ്യത്തിൽ ചെയ്തു, ഞാനോ ഇസ്രയേൽ എല്ലാം കാണുക സൂര്യന്റെ വെളിച്ചത്ത് നടത്തും. വാൾ നിന്റെ ഗ്രഹത്തെ വിട്ടുമാറുകയില്ല. നിന്റെ ഗ്രഹത്തിൽ നിന്ന് തന്നെ ഞാൻ നിനക്ക് അനർത്ഥം വരുത്തും. ഓർക്ക, ഇന്ന് രാത്രി ശ്രദ്ധിച്ചു കേൾക്കണമേ. എത്ര മരണമാ പറഞ്ഞേ? 4 മരണം വരുന്നു. ബേത്ശേബയിലുണ്ടായ കുഞ്ഞു മരിച്ചു, 1-ാം മരണം. അബ്ശാലോം അമ്നോനെ അടിച്ചു കൊന്നു, 2-ാം മരണം. അബ്ശാലോം കരിവേലകത്തിൽ കെട്ടിഞ്ഞാന്ന് ചത്തു, 3-ാം മരണം. അദോനിയ രാജാവ് കൊല്ലപ്പെട്ട വാർത്തയറിഞ്ഞ് നിലവിളിക്കുമ്പോൾ 4-ാം മരണം. ഒരഭിഷിക്തന്റെ വീട്ടിൽ 4 മരണങ്ങൾ. ഇത് ബന്ധനമല്ല, ഇത് തിരിച്ചടിയാണ്. ഇന്ന് രാത്രി ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓർത്തുകൊള്ളുക, എല്ലാ ശോധനയും ദൈവത്തിന്റെ ഹിതത്തിന്റെ ഭാഗമല്ല. നിന്റെ വിതയുടെ കൊയ്ത്തുകൂടെ ഇതിന്റെ പുറകിൽ ഉണ്ടായിരിക്കും. സ്തോത്രം. അബ്ബ് പിതാവ്, ശാലേം സമാധാനം, അബ്ശാലേം അപ്പന് സമാധാനം. ഇവൻ ജനിച്ചേ പിന്നെ ഈ അപ്പൻ സമാധാനം കണ്ടിട്ടില്ല. നിങ്ങൾ ഓർക്കുക, ഇറങ്ങി തിരിച്ചു കഴിഞ്ഞ് കൊട്ടാരത്തിലെത്തിയ ഇവൻ മത്സരം തയ്യാറാക്കി അപ്പനെ തുരത്തുന്ന രംഗം ഓർക്കണം. ഏത് കഠിന ഹൃദയവും കരളലിഞ്ഞ് കരയും. സ്വന്തം തലമുടി പിച്ചിപ്പറിച്ച് വസ്ത്രം വലിച്ചു കീറി മലയുടെ കയറ്റം കയറി ഓടുന്ന ദാവീദിനെ ശ്രദ്ധിക്കൂ. എന്താ കാര്യം? ഇത് ശാപമല്ല, ഇത് കൊയ്ത്താണ്. ഓർക്കുക, നിങ്ങൾ ശ്രദ്ധിക്കണമേ. അവിടെ സംഭവിച്ച നീചമായൊരു കാര്യം. ദൈവത്തിന് സ്തോത്രം. അപ്പനെതിരെ നേതൃത്വം നൽകി അബ്ശാലോം ചോദിച്ചു, അപ്പന്റെ കണ്ണിന് നീചനാകാൻ ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ പറഞ്ഞുകൊടുത്തവർ പറഞ്ഞുകൊടുത്തു, അപ്പന്റെ ഭാര്യമാരെ എടുത്ത് യെരൂശലേമിന്റെ നഗരവീഥിയിൽ ദുർമാർഗം ചെയ്യണം. നോക്കൂ, ഒരു പ്രവാചകന്റെ മകൻ മ്ലേച്ഛത സൂര്യൻ ജ്വലിച്ച് കത്തി നിൽക്കുമ്പോൾ പട്ടാപ്പകൽ ചെയ്യുമ്പോൾ, ഹോ, ഇതെത്ര ഭീകരം! ഓർക്കുക, നീ ഇത് രഹസ്യത്തിൽ ചെയ്തു, ഞാനോ ഇസ്രയേൽ എല്ലാം കാണുക വെളിച്ചത്ത് നടത്തും എന്ന ദൈവത്തിന്റെ കരം ഇതിന്റെ പുറകിൽ ചലിക്കുകയാണ്. ഇന്ന് രാത്രി ആത്മനിറവ് പ്രാപിച്ച ദൈവമക്കളുടെ കണ്ണുകൾ ദൈവസ്ഥലേക്ക് ഉയരട്ടെ. നിത്യതയാണ് എന്റെ ലക്ഷ്യം എന്ന് ബോധ്യമുള്ളവരുടെ കണ്ണുകൾ കർത്താവിലേക്ക് ഉയരട്ടെ. ഒരധരം പോലും ഇവിടെ ചലിക്കാതിരിക്കരുത്. ശക്തനായ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി ഇവിടെ വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. നിന്റെ ജീവിതത്തിന്റെ ശോധനയുടെ പുറകിൽ ഒരു കരം ചലിക്കുന്നുണ്ട് എന്ന് ബോധ്യമുള്ള ദൈവത്തിന്റെ ജനം അല്പ മിനിറ്റുകൾ എഴുന്നേറ്റു നിന്ന് ഒന്ന് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകട്ടെ. ആരും ഈ ഓഡിറ്റോറിയം വിടരുത്. നിങ്ങളുടെ 2 കരങ്ങൾ കർത്താവിലേക്ക് ഒന്ന് ഉയർന്നിരിക്കട്ടെ. ഗ്ലോറി, രക്തത്താൽ ജയം. നിങ്ങളുടെ 2 കരങ്ങൾ കർത്താവിലേക്ക് ഒന്ന് ഉയർന്നിരിക്കട്ടെ. 2 കരങ്ങൾ ദൈവത്തിലേക്ക് ഒന്ന് ഉയർന്നിരിക്കട്ടെ. ഒരു നിമിഷം ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കാട്ടെ.
ഗ്ലോറി. ഇടത്തും വലത്തും നിൽക്കുന്നവരെ മറക്കുക, മുൻപിലും പുറകിലും നിൽക്കുന്നവരെ മറക്കുക. മഹാദൈവത്തിന്റെ കരം ഇന്ന് രാത്രി ഇതിന്റെ പുറകിൽ ഉയർന്നു നിൽക്കുമ്പോൾ വിശ്വസിക്കുന്ന നിന്റെ അധരങ്ങൾ ദൈവസന്നിധിയിലേക്ക് ഉയർത്തിക്കൊണ്ട് വാ തുറന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, നിത്യതയാണ് എൻ്റെ ദർശനം, നിത്യതയാണ് എൻ്റെ ലക്ഷ്യം. എനിക്ക് ഈ മണ്ണിന്റെ ഭൗമികതയല്ല വലുത്, നിത്യതയാണ് എൻ്റെ കണ്ണിൽ ഉറയ്ക്കുന്നത്. ഇന്ന് രാത്രി അതിനായി ഞാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നു. എൻ്റെ ശോധനയുടെ പുറകിൽ ഒരു കരം ചലിക്കുന്നത് ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ അറിയുന്നു. അഭിഷിക്തനായ ദൈവദാസ, കൃപയിൽ നിൽക്കുന്ന സഹോദരി, നിന്റെ കണ്ണുകൾ ഇന്ന് രാത്രി നനഞ്ഞൊഴുകട്ടെ. അഭിഷിക്തനായ കൃപ പ്രാപിച്ച ദൈവ പൈതലേ, ഇന്ന് രാത്രി നിന്റെ അധരങ്ങൾ സ്തോത്രത്തോടെ ചലിക്കട്ടെ. നിന്റെ പാപത്തിന്റെ പരിണിത ഫലമായി ശിക്ഷ അനുഭവിച്ച് വേദനിക്കാനല്ല, ദൈവഹിതത്തിന്റെ ഭാഗമായി ശോധന അനുഭവിക്കുമ്പോൾ ഇതിന്റെ പുറകിൽ ദൈവം ചലിക്കുന്നുണ്ട് എന്ന ബോധ്യത്തോടെ സ്തോത്രം ചെയ്യാൻ കഴിയുമെങ്കിൽ ഈ നിൽക്കുന്ന നിൽപ്പിന് ആത്മാവിൽ വിളിച്ചു പറ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നെങ്കിൽ എന്റെ ശോധനയുടെ പുറകിൽ ഇന്ന് രാത്രി ഞാനൊരു കരം കാണുന്നു. അത് സാധാരണ കരമല്ല, അതെന്നെ ഉടച്ചു കളയുന്ന കരമല്ല, അതെന്നെ പണിയുന്ന കരമാണ്. ഗ്ലോറി. രക്തത്താൽ ജയം. ആത്മസ്നാനം പ്രാപിച്ച നിന്റെ മേൽ ഇന്ന് രാത്രി സ്വയാത്മാവല്ല വ്യാപരിക്കുന്നത്, ഇന്ന് രാത്രി ദുരാത്മാവല്ല വ്യാപരിക്കുന്നത്, പരിശുദ്ധാത്മാവി രാത്രി ഇവിടെ ചലിച്ചുകൊണ്ടിരിക്കുന്ന രാത്രിയാണ്. ഹോരേബിൽ വെളിപ്പെട്ട ദൈവ സാന്നിധ്യം, സീനായിൽ മൂടിയിറങ്ങിയ ദൈവ സാന്നിധ്യം ഇന്ന് രാത്രി ഇവിടെ വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ തേജസ് ഈ ഹോളിന് മുകളിൽ ഇന്ന് രാത്രി നിഴൽ വിരിച്ചു നിൽക്കുകയാണ്. ദൈവാത്മാവിന്റെ വ്യാപാരം ഇന്ന് രാത്രി ഹോളിൽ ബലത്തോടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കരങ്ങൾ ഉയർത്തിക്കൊണ്ട്, ദൈവമുഖത്തേക്ക് കണ്ണുകൾ ഉയർത്തിക്കൊണ്ട് വാ തുറന്ന് ഒരപ്പനോട് മകൻ സംസാരിക്കും പോലെ ഇവിടെ നിൽക്കുന്ന എത്ര ദൈവമക്കൾ നാഥനോട് സംസാരിക്കും. എന്റെ കൊതി വേണ്ട, നിന്റെ ഹിതം മതി, നിത്യതയാണ് എനിക്ക് വലുത്. ഇത് ദൈവമക്കളുടെ അധരങ്ങൾ ചലിക്കട്ടെ. ഗ്ലോറി. രക്തത്താൽ ജയം, രക്തത്താൽ ജയം. ശബ്ദമുയരട്ടെ, ശബ്ദമുയരട്ടെ. ഒരപ്പന്റെ മുൻപിൽ കുഞ്ഞ് സംസാരിക്കുന്നത് പോലെ, ഒരമ്മയുടെ മുൻപിൽ പൈതൽ സംസാരിക്കുന്നത് പോലെ ഇന്ന് രാത്രി നിൽക്കുന്ന നിൽപ്പിൽ കർത്താവിനോട് സംസാരിക്കാൻ എത്ര കർത്തൃദാസന്മാർ ഇവിടെയുണ്ട്. നിന്റെ ജീവിതത്തിന്റെ ശോധന ശാപമാണെന്ന്, നിന്റെ ജീവിതത്തിന്റെ ശോധന ബന്ധനമാണെന്ന്, ഇത് തിരിച്ചടിയുടെ ഭാഗമാണെന്ന് ലോകം പറയുമ്പോൾ വിശ്വാസത്തിന് വേണ്ടി വിശ്വസ്തയോടെ നിന്ന ദൈവദാസ, ഇന്ന് രാത്രി കരങ്ങൾ ഉയർത്തിക്കൊണ്ട് നീ പറ, വിശ്വസ്തയോടെ ഞാൻ നിന്നതിന്റെ പുറകിൽ ഞാൻ ശോധന അനുഭവിക്കുന്നുണ്ടെങ്കിൽ എന്നെ നിത്യതയിലെത്തിക്കാൻ എന്റെ നാഥൻ എന്നെ പണിയുകയാണ്. ഇത് വിശ്വസിക്കുന്ന നീ ഇന്ന് രാത്രി മൗനമായി നിന്നുകൊണ്ടല്ല പ്രാർത്ഥിക്കേണ്ടത്, ആത്മാവിൽ സ്തോത്രം ചെയ്യുന്ന രാത്രിയാകട്ടെ. ഈ ആരാധനയുടെ കണ്ണുകളിൽ ദർശനം ഉയരട്ടെ. ഈ സ്തോത്രയാഗത്തിന് പുറകിൽ ചില ചെവികളിൽ നിന്ന് രാത്രി ദൈവ ശബ്ദം മുഴങ്ങട്ടെ. ഗ്ലോറി. രക്തത്താൽ ജയം. ആത്മാവിൽ ആരാധിക്കുന്ന നിന്നെ ദൈവാത്മാവിൽ രാത്രി പുതിയ തലത്തിലേക്ക് ഉയർത്തുകയാണ്. പുതിയ ദർശനങ്ങൾ നിന്റെ കൺമുൻപിൽ നീ ഇന്ന് രാത്രി കാണുന്ന രാത്രിയാണ്. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളുമെന്ന് അരുളി ചെയ്ത നാഥൻ നിനക്ക് വേണ്ടി ഒരുക്കുന്ന ആ കെട്ടിടത്തെ, ആ കൊട്ടാരത്തെ, ആ നിത്യ വീടിനെ, ആ കനക കൊട്ടാരത്തെ ആത്മാവിൽ കാണുന്നു നീ ഇന്ന് രാത്രി നിൽക്കുന്ന നിൽപ്പിൽ സ്തോത്രം ചെയ്തിട്ട് പറ, അവിടെ എത്തിക്കാൻ എന്റെ ജീവിതത്തിന് പുറകിൽ ഒരു ശോധന ചലിച്ചുകൊണ്ടിരിക്കുന്നു. ഗ്ലോറി. ഹല്ലേലൂയ. പ്രാർത്ഥിക്കട്ടെ, പ്രാർത്ഥിക്കട്ടെ. ദൈവജനം ഇന്ന് രാത്രി പ്രാർത്ഥിക്കട്ടെ. ഗ്ലോറി. ഹല്ലേലൂയ. എബ്രായ ലേഖനകാരൻ പറയുന്നു, അവരോ അധികം നല്ലതിനെ സ്വർഗീയമായതിനെ തന്നെ കാക്ഷിച്ചുകൊണ്ട് ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളുമെന്ന് ഏറ്റുപറഞ്ഞ് വിശ്വാസത്തിൽ മരിച്ചു. ഇവരൊക്കെയും ഒരു പിതൃദേശം അന്വേഷിക്കുന്നതായി കാണിക്കുന്നു. അവർ വിട്ടുപോകുന്നതിനെ ഓർത്തു എങ്കിൽ തിരികെ പോകുവാൻ ആവശ്യമായിരുന്നു. എന്നാൽ ഇവരോ അധികം നല്ലതിനെ സ്വർഗീയമായതിനെ തന്നെ കാക്ഷിച്ചുകൊണ്ട് ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളുമെന്ന് ഏറ്റുപറഞ്ഞ് വിശ്വാസത്തിൽ മരിച്ചു. അവർക്ക് വേണ്ടി ദൈവം ഒരു നഗരം ഒരുക്കിയിട്ടുണ്ടല്ലോ. ഇന്ന് രാത്രി കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതാണ് എന്റെ ലക്ഷ്യം, അതാണ് എന്റെ ഉന്നം എന്ന് പറയാൻ കൊതിക്കുന്ന ദൈവമക്കൾ സ്തോത്രം ചെയ്യട്ടെ. കല്ലേറേറ്റു, ഈർച്ചവാളാൽ അറുക്കപ്പെട്ടു, ജടയാടുകളുടെയും കോലാടുകളുടെയും തോൽ ധരിച്ചു, മലകളുടെ പിളർപ്പുകളിലും പാറയുടെ ഗഹ്വരങ്ങളിലും ഉഴന്നു വലഞ്ഞു. ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല,
അവരൊക്കെയും നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പ് പ്രതീക്ഷിച്ചുകൊണ്ട് ഉദ്ധാരണം കൂടാതെ ഭേദ്യമേറ്റു. ഇന്ന് രാത്രി കരങ്ങൾ ഉയർത്തി നിൽക്കുന്ന സഹോദരി, ഇന്ന് രാത്രി കരങ്ങൾ ഉയർത്തി നിൽക്കുന്ന സഹോദര, ഈ ഹോളിൽ സ്തോത്രം ചെയ്യുന്ന കർത്തൃദാസ, സഹിക്കാൻ കഴിയാത്ത ശോധനയുടെ ആണ് അനുഭവിക്കുന്നതെങ്കിൽ തങ്കത്തളങ്ങളിൽ കാല് വയ്ക്കുന്ന ഭാവി കാലം ഓർത്ത് ആ ശോധനയ്ക്ക് നടുവിൽ ഇന്ന് രാത്രി നിനക്ക് സ്തോത്രം ചെയ്യാൻ കഴിയുമോ? ഓ, സ്തോത്രം പറയാൻ എത്ര പേരുടെ അധരം ചലിക്കുന്നുണ്ട്. ശോധന അനുഭവിച്ചുകൊണ്ട് ഇന്ന് രാത്രി നിൽക്കുമ്പോൾ പ്രാപിക്കാൻ തുടങ്ങുന്ന മഹത്വം ഓർത്ത് നിനക്ക് ഇന്ന് രാത്രി സ്തോത്രം ചെയ്യാൻ കഴിയുമോ? നാടെങ്ങും കൊണ്ടു നടന്ന് രാജാവ് ബഹുമാനിക്കാനിരിക്കുന്ന പുരുഷന് ഇങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞ് രാജകീയ പല്ലക്കിൽ മാനിച്ചതിന് ശേഷം മൊർദെഖായി പഴയ പടിപ്പുരവാദിക്കലേക്ക് മടങ്ങി വന്നതുപോലെ മറ്റുള്ളവരുടെ ഇടയിൽ അർഹിക്കുന്ന ഒരു ഉയർച്ച എനിക്കില്ലല്ലോ എന്നോർത്ത് കരയുന്ന വിശ്വാസി, മറ്റുള്ളവരുടെ മുൻപിൽ അർഹിക്കുന്ന ഒരു സ്ഥാനക്കയറ്റം എനിക്കില്ലല്ലോ എന്ന് പറഞ്ഞു വേദനിക്കുന്ന ദൈവദാസ, പരിശുദ്ധാത്മാവ് രാത്രി നിന്റെ തോളിൽ തട്ടി പറയുന്നു, കുറച്ചു നാൾ കൂടെ പടിപ്പുരവാദിക്കൽ നിന്നെ ഇരുത്തുന്നതിന്റെ പുറകിൽ ദൈവത്തിന് പദ്ധതിയുണ്ട് കേട്ടോ. ഈ ദൂത് ഇന്ന് രാത്രി ഇവിടെ മുഴങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ചില വ്യക്തികളോട് ദൈവാത്മാവ് പറയുന്നു, കുറെ ദിവസങ്ങൾ കൂടെ ഈ പടിപ്പുരവാദിക്കൽ നിന്നെ ഇരുത്തുന്നതിന് പുറകിൽ ദൈവത്തിന് പദ്ധതിയുണ്ട്. ണ്ടതിന് 2 ഷണ്ഡന്മാർ ഒരുമിച്ച് ആലോചിച്ച് രാജാവിനെ കൊന്നുകളഞ്ഞിട്ട് അടുത്ത രാജാവായി ഹാമാൻ മാറിയാൽ ഈ ജനതയ്ക്ക് ഭവിക്കാൻ തുടങ്ങുന്ന ദുരന്തം അറിയാവുന്ന ദൈവം ഈ വാർത്ത രാജാവിന്റെ ചെവിയിൽ എത്തിക്കാൻ മൊർദെഖായിയെ പടിപ്പുരവാദിക്കൽ കുറെ നാളൂടെ ഇരുത്തിയതുപോലെ അർഹിക്കുന്ന സ്ഥാനക്കയറ്റങ്ങൾ റദ്ദാക്കിക്കൊണ്ട് കുറച്ച് ദിവസങ്ങൾ കൂടെ ദൈവം നിന്നെ ഇരുത്തിയിരിക്കുമ്പോൾ ഇന്ന് രാത്രി സ്തോത്രം ചെയ്തിട്ട് പറ, ഇല്ല, ഇത് നന്മയ്ക്കാണ്. ഇതിന് പുറകിൽ കരം ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കരങ്ങൾ നെഞ്ചോടൊന്ന് ചേർത്ത് വെച്ചാട്ടെ. ആ സ്തോത്രത്തിന്റെ അധരങ്ങൾ ദൈവസ്ഥലേക്ക് ഉയരട്ടെ. നീ ഇന്ന് രാത്രി വെറുതെ ഇവിടെ എത്തിയതല്ല, നീ ഇന്ന് രാത്രി ദൈവഹിത പ്രകാരം ഇവിടെ വന്നതാണ്. ജീവിതത്തിന്റെ പ്രതിസന്ധികളുടെ നടുവിൽ നെടുവീർപ്പുകൾ പലപ്പോഴും ചോദ്യങ്ങളായി ഉയരുമ്പോൾ സഹിക്കാൻ കഴിയാത്ത ശോധനകളിലൂടെ നെടുവീർപ്പുകൾക്ക് നടുവിൽ നിൽക്കുന്ന സഹോദരി സഹോദര, വേദനിക്കുന്ന വിഷയങ്ങൾക്ക് നടുവിൽ നിന്നോട് പരിശുദ്ധാത്മാവ് രാത്രി തോളിൽ തട്ടി പറയുന്നു, ഈ ശോധനയുടെ പുറകിൽ ഒരു കരം ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രി നിത്യതയാണ് എനിക്ക് വലുത്, അതിലപ്പുറത്തൊന്നും എനിക്ക് വേണ്ട. ഈ മണ്ണിൽ 6 അടി മണ്ണിൽ തീരുന്ന ഭാഗ്യങ്ങൾ വാരിക്കൂട്ടിയിട്ട് നിത്യത കൈവിട്ടു പോകുന്നതിനേക്കാൾ എനിക്ക് നിത്യതയാണ് വലുത് എന്ന് കൊതിക്കുന്ന സഹോദരങ്ങൾ, ഒരു പടി എനിക്ക് നിത്യതയാണ് വലുത് എന്ന് ഹൃദയത്തിന്റെ ഉള്ളിൽ തുടിപ്പുണ്ടെങ്കിൽ എന്നെ ഞാൻ ഈ രാത്രി ദൂതന് മുൻപിൽ സമർപ്പിക്കുന്നു എന്ന് പറയാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ആ വലങ്കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ. ഗ്ലോറി, ഹല്ലേലൂയ. ഈ രാത്രി നിത്യതയാണ് എനിക്ക് വലുത്. കല്ലറ കൊണ്ട് അവസാനിക്കുന്ന സൗഭാഗ്യം കൂട്ടാൻ പരിശുദ്ധാത്മാവിനെ എങ്ങനെ ഉപയോഗിക്കാം എന്നതല്ല എന്റെ ലക്ഷ്യം. നിത്യതയുടെ തീരം കൈവിട്ടു പോകാതിരിപ്പാൻ എന്റെ വിശുദ്ധി സൂക്ഷിച്ചെങ്ങനെ അവിടെ എത്താം എന്നതാണ് എന്റെ കൊതി എന്നുള്ളിൽ തുടിക്കുന്നുണ്ടെങ്കിൽ ആ കരങ്ങൾ ഉയർത്തിയ നിങ്ങൾക്കായി ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങുകയാണ്. ആ കരങ്ങൾ ഉയർത്തി നിങ്ങൾ വാ തുറന്ന് കർത്താവിനോട് സംസാരിച്ചാട്ടെ. ഒരപ്പന്റെ മുൻപിൽ കുഞ്ഞ് സംസാരിക്കുന്നത് പോലെ, ഒരമ്മയുടെ മുൻപിൽ പൈതൽ സംസാരിക്കുന്നത് പോലെ നിൽക്കുന്ന നിൽപ്പിൽ നീ വാ തുറന്ന് നാഥനോട് പറ. ഇന്ന് രാത്രി കേട്ട ദൂതന് മുൻപിൽ വാ തുറന്ന് നാഥനോട് പറ. കുഴിമാടത്തിനപ്പുറത്ത്, കല്ലറയ്ക്കപ്പുറത്ത് ചലിക്കുന്ന ജീവന്റെ പ്രത്യാശയിൽ ഞാൻ എത്തിച്ചേരാൻ തുടങ്ങുന്ന നിത്യതയാണ് എനിക്ക് വലുത്. അതെനിക്ക് കൈവിട്ട് പോകാതിരിപ്പാൻ എന്നെ നിന്റെ കരങ്ങളിൽ കൈമാറുന്ന കർത്താവേ എന്ന് പറയാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ആ കരം ഉയർത്തി നാഥനോട് പറ. എന്റെ ഈ ബലഹീനമായ കരത്തിന്മേൽ, എന്റെ ഈ ദ്രവത്വമുള്ള കരത്തിന്മേൽ ഇന്ന് രാത്രി നിന്റെ കരം ഇറങ്ങിപ്പിടിക്കണം. നിത്യതയാണ് എനിക്ക് വലുത്. ശബ്ദമുയരട്ടെ, ശബ്ദമുയരട്ടെ. വേദിയിൽ നിൽക്കുന്ന ചില കർത്തൃദാസന്മാരോട് ഇന്ന് രാത്രി ദൈവാത്മാവ് ഇടപെടുന്നു.
ഈ ഗ്രൗണ്ടിൽ ഹാളിൽ നിന്ന് ഓഡിറ്റോറിയത്തിൽ നിന്ന് ദൈവത്തെ ആരാധിക്കുന്ന ചില സഹോദരി സഹോദരന്മാരോട് ശക്തനായ ദൈവാത്മാവ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. എന്റെ ജനത്തിന്റെ കൊതി നിറവേറ്റിയിട്ട് നിത്യത കൈവിട്ടു പോകുന്നതിനേക്കാൾ വലുത് എന്റെ കൊതി നിറവേറ്റപ്പെട്ടില്ലെങ്കിലും എന്റെ ദൈവത്തിന്റെ ഹിതം മാത്രം എനിക്ക് മതി. ശബ്ദമുയരട്ടെ, ശബ്ദമുയരട്ടെ. അങ്ങനെയുള്ള പ്രിയപ്പെട്ട കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചാട്ടെ, കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചാട്ടെ. ഹബ്ദരാദികൾ കടകരേദികരകൾ കടകരാദികരയാരക. മലയാള മണ്ണിൽ നിന്ന് 100 പ്രതീക്ഷകളോടെ ഗൾഫിന്റെ മണ്ണിലെത്തി അധ്വാനിക്കുന്ന നീ, മറ്റുള്ളവരുടെ നടുവിൽ നിൽക്കുന്ന പരിതസ്ഥിതിയിൽ സഹിക്കുന്ന വേദനകൾക്ക് നടുവിൽ ശക്തനായ ദൈവാത്മാവി രാത്രി നിന്നോട് ചോദിക്കുന്നു, നിത്യതയാണോ നിനക്ക് വലുത്, അതോ ഈ മണ്ണിൽ നേടുന്ന സൗഭാഗ്യങ്ങളാണോ? ഗ്ലോറി, ഹല്ലേലൂയ. പരിശുദ്ധനായ ഞങ്ങളുടെ പ്രിയ പിതാവേ, ഞങ്ങളുടെ പിതാക്കന്മാർ പ്രതീക്ഷയോടെ നോക്കിപ്പാർത്ത ആ സ്വർഗീയ സൗധത്തിന്റെ മനോഹര ദർശനം ഇന്ന് രാത്രി ഈ നിൽക്കുന്ന നിന്റെ ജനത്തിന്റെ കൺമുൻപിൽ ഉയരുന്നത് കൊണ്ട് സ്തോത്രം. ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി ആത്മീയ ശുശ്രൂഷകളെ കച്ചവടവൽക്കരിക്കുന്ന ഇന്നത്തെ തലമുറയിൽ നിത്യതയുടെ ദർശനം അകക്കണ്ണിൽ ഉറയ്ക്കാൻ ഇന്ന് രാത്രി വിളിച്ച നിന്റെ ജനത്തെ തേജസ്സിന്റെ കരങ്ങളിൽ ഈ രാത്രി കൈമാറുകയാണ്. ഹബ്ദരാദികൾ ഘടകരേദികരകൾ ഘടകരാദികരയാരക ഹാദൽ ഘടകരേ ദിഗജാദികൾ ഘടകരാദികരയാരകനക ആദരേദികൾ ഘടകരൗദരാദികരയാരക. നിത്യത കൈവിട്ടു പോകാതെ നിത്യതയെ ഉന്നം വെച്ച് മരുപ്രയാണം കഴിപ്പാൻ ഒരു പുതിയ ബലം തന്റെ ജനത്തിന്റെ മേൽ ഇന്ന് രാത്രി പകരണമേ. അതിന് വിപരീതമായി ചലിക്കുന്ന ദുഷ്ടന്റെ കരങ്ങളെ ഇന്ന് രാത്രി നീ വെട്ടി മാറ്റണമേ. ദൈവാത്മാവ് ചെയ്യുന്നത് കൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ഇന്ന് കരമുയർത്തി സ്തോത്രം ചെയ്യാൻ കഴിയുമോ?